ഹലോ. 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 ഗുഡ് ഈവനിങ്. സൗണ്ട് ക്ലിയർ ആണോ? ഹലോ. ഗുഡ് ഈവനിങ് സാർ. ക്ലിയർ ആണ് സാർ. ഓക്കെ ഓക്കെ. ഹലോ. ഹലോ. സൗണ്ട് ക്ലിയർ അല്ലേ? ഓക്കെ. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ കോംപ്ലക്സ് ഇന്റഗ്രേഷനെ പറ്റിയിട്ടാണ് സംസാരിച്ചത്. നമ്മൾ 3 തിയറങ്ങൾ പഠിച്ചു. ആ 3 തിയറങ്ങൾ നമ്മളെപ്പോഴും ആ 3 തിയറങ്ങൾ വെച്ചിട്ടാണ് കോംപ്ലക്സ് ഇന്റഗ്രേഷൻ, ഡെഫിനിറ്റ് ഇന്റഗ്രേഷൻ സോൾവ് ചെയ്യുക. കോംപ്ലക്സിന്റെ ഡെഫിനിറ്റ് ഇന്റഗ്രേഷൻ ആ 3 തിയറങ്ങൾ. ഇൻഡെഫിനിറ്റ് വേറെ തന്നെ സോൾവ് ചെയ്യണം. ഇത് ഡെഫിനിറ്റ് ഇന്റഗ്രേഷൻ സോൾവ് ചെയ്യുന്ന 3 തിയറങ്ങളാണ് നമ്മൾ മുന്നേ പഠിച്ചത്. ഓക്കെ. അപ്പം അതിന്റെ ഒരു കണക്ക് വെച്ചിട്ട് തുടങ്ങാം. എന്നിട്ട് നമുക്ക് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനിലേക്ക് പോവാം. ഇന്റഗ്രൽ ഓവർ സി സൈൻ സെറ്റ് ഡിവൈഡ് ബൈ 4 സെറ്റ്. ഇത് കഴിഞ്ഞ ക്ലാസ് ചെയ്തല്ലേ? ഈ ഒരു കണക്ക് കഴിഞ്ഞ ക്ലാസ് ചെയ്താണോ? ഹലോ. ചെയ്തതാണ്. ഓക്കെ ഓക്കെ. ഓക്കെ, നമുക്ക് അടുത്ത ഈ സെക്ഷനിലേക്ക് നടക്കാം. കോഷീസ് ഇനീക്വാലിറ്റി എന്ന് പറയും അടുത്ത സെക്ഷൻ. കോഷീസ് നമ്മൾ പഠിച്ചത് കോഷീസ് ഇൻഡക്റ്റഡ് ഫോർമുല, കോഷീസ് തിയറം, ജനറലൈസ്ഡ് കോഷീസ് ഇൻഡക്റ്റഡ് ഫോർമുലയാണ് ഇതുവരെ പഠിച്ചത്. ഇനി അടുത്തത് കോഷീസ് ഈക്വൽ. അപ്പം എഫ് ഈസ് അനാലിറ്റിക്. ഈ ഡെഫിനിഷൻ മനസ്സിലാക്കിയിട്ടോ നിങ്ങൾ ബൈഹാർട്ട് പഠിക്കാൻ നിൽക്കണ്ട. കോഷീസ് ഇനീക്വാലിറ്റി എന്താണെന്നുള്ള ഡെഫിനിഷൻ നിങ്ങൾ
കൂടുതലായിട്ടും ഇത് പ്രോബ്ലം ചെയ്യാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കും. കോഷ്യസ് ഇനീക്വാലിറ്റി ഈ ഇത്രയും തിയറി ഉപയോഗിച്ച പോലെ തന്നെ പ്രോബ്ലം ചെയ്യാൻ ഉപയോഗിക്കുക. അതായത് ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പം അഥവാ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതേണ്ട രീതി നിങ്ങൾ പഠിച്ചേക്കാം. എഫ് ഈസ് അനാലിറ്റിക് ഇൻസൈഡ് ആൻഡ് ഓൺ ഓൺ boundary of the open disk D boundary of the open disk D whose boundary is given by a positively oriented C. ആ C എന്ന് പറയുന്നത് C ഒരു പോസിറ്റീവ്ലി ഓറിയന്റഡ് ആണ്. C എന്ന് പറയുന്നത് മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഇസ് ഈക്വൽ ടു R. ഈ ബൗണ്ടറി നമ്മൾ പോസിറ്റീവ്ലി ഓറിയന്റഡ് ബൗണ്ടറി ആണ്. പോസിറ്റീവ്ലി ഓറിയന്റഡ് ആയിരിക്കണം. നമ്മൾ സാധാരണ ആദ്യം പഠിച്ചില്ല. പോസിറ്റീവ്ലി ഓറിയന്റേഷൻ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ. പോസിറ്റീവ്ലി ഓറിയന്റഡ് കർവ്. ഓക്കെ, ആ ബൗണ്ടറി എന്ന് പറയുന്നത്. Then there is a constant. There is a constant m such that mod f of z, f of z bounded by m in D. Then f is analytic inside and on a boundary C. ഇപ്പൊ ഒരു ഡിസ്ക് എടുക്കുക. ഡിസ്ക് ആണ്, ഇതിന്റെ ഉള്ളിലുള്ള ഭാഗമൊക്കെ ഉണ്ട്. ഡിസ്ക് എടുക്കുക. എഫ് എന്ന് പറയുന്നത് ഈ ബൗണ്ടറിയിലും അതിന് ഇൻസൈഡ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സിലും എന്ന് വെച്ചാൽ ഈ ഒരു ഡിസ്കിൽ ഫുൾ ആയിട്ട് അത് അനലിറ്റിക് ആണ്. അതൊരു പോസിറ്റീവ്ലി ഓറിയന്റഡ് ഡിസ്ക് പോസിറ്റീവ്ലി ഓറിയന്റഡ് ഡിസ്ക് ആണ്. Then there is a constant. അവിടെ ഒരു കോൺസ്റ്റന്റ് എം എക്സിസ്റ്റ് ചെയ്യും. So that ആ മോഡ് എഫ് ഓഫ് സെറ്റ് ബൗണ്ടഡ് ബൈ എന്ന് വെച്ചാൽ മോഡ് എഫ് ഓഫ് സെറ്റ് ലെസ് ആൻ എം ഇൻ ഡി എന്ന് പറയുമ്പോൾ അത് ബൗണ്ട് ചെയ്യും. ഏത് വെച്ചിട്ട് ഒരു എം എന്ന് പറഞ്ഞ പോയിന്റ് വെച്ചിട്ട് ബൗണ്ട് ചെയ്യും ഇൻ ഡി. ദെൻ ഇനിയാണ് ഇക്വേഷൻ വരുന്നത്. ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മോഡ് എഫ് എൻ ഓഫ് സെറ്റ് നോട്ട് ലെസ് ആൻ ഓർ ഈക്വൽ ടു m into n factorial divided by r raised to n. m into n factorial divided by r raised to n ആണ് ഇക്വേഷൻ. മോഡ് fn of set not less than or equal to m into n factorial divided by r raised to n. m നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. n എന്ന് പറയുന്നത് എന്നറിയാലോ നിങ്ങൾക്ക്, ഇവിടെ എടുക്കുന്ന n. ഓക്കെ, r എന്ന് പറയുന്നത് ഈ എടുക്കുന്ന സർക്കുലർ ഡിസ്ക് ഇല്ലേ അതിന്റെ റേഡിയസ് ആണ് r. അതിന്റെ റേഡിയസ് r. ഓക്കെ, ഇത്രയും അറിയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു എഫ് എൻ ഓഫ് സെറ്റ് നോട്ട് കാണേണ്ട ഇക്വേഷൻ എന്നാ നമ്മൾ കഴിഞ്ഞ തിയറത്ത് പഠിച്ചു. എഫ് എൻ ഓഫ് സെറ്റ് നോട്ട് കാണേണ്ട ഇക്വേഷൻ ഹലോ ആരെങ്കിലും ഒന്ന് പറഞ്ഞ എഫ് എൻ ഓഫ് സെറ്റ് നോട്ട് കാണേണ്ട ഇക്വേഷൻ n factorial divided by integral പറഞ്ഞോ. f of z by z minus z not raised to n plus 1 dz. n plus 1 dz. അപ്പം ഈ ഒരു എഫ് ഓഫ് സെറ്റിന്റെ മോഡുലസ് കാണിട്ടാണ് നമ്മൾ ഈ ഒരു ഇനീക്വാലിറ്റി ഉപയോഗിക്കുന്നത്. മോഡുലസിന്റെ എവിടെ ബൗണ്ട് ചെയ്യുന്നു, മോഡുലസിന്റെ അപ്പർ ബൗണ്ട് ഏതാണ്, അങ്ങനെ അതൊക്കെ കാണിട്ടാണ് നമ്മൾ ഈ ഒരു മോഡുലസ് എവിടെ ബൗണ്ട് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ വരുമാണ് നമ്മൾ ഈ സാധാരണ കോഷ്യസ് ഇനീക്വാലിറ്റി ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി ഇതിന്റെ പ്രോബ്ലം ചെയ്യേണ്ടതാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ ഇതിന്റെ പ്രോബ്ലത്തിലേക്ക് പോവാം. ഹലോ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പം ഇതിന്റെ പ്രോബ്ലം സാധാരണയായിട്ട് ഇങ്ങനെ വരിക. ഇത് 2 തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സി ഡിനോട്ട് എ സർക്കിൾ
C denote a circle. Mod Z is equal to 2. Described in the counterclockwise direction. Described in the counterclockwise. Counterclockwise anti-clockwise ഒക്കെ സെയിം ആണ് കേട്ടോ. Counterclockwise direction, counterclockwise direction, such that mod log Z by Z square, mod integral over C log Z by Z square dz less than or equal to pi into pi plus log 2. Log 2 ആണ് pi plus log 2. ഇതാണ് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പൊ സാധാരണയായിട്ട് ഇതൊരു 3 മാർക്കിനും അല്ല 3 വെയിറ്റേജിനും അല്ലെങ്കിൽ 5 വെയിറ്റേജിലൂടെയുള്ള ക്വസ്റ്റ്യൻസിന് സാധാരണ ചോദിക്കുന്നതാണ്. ഇത് 3 കൊല്ലം റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. 2013 ജൂണിലും 2010 ഡിസംബറിലും ആണ് ചോദിച്ചത്. 2010 ഡിസംബർ 2013 ജൂണിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് ഈ ഒരു ഇപ്പം പഠിച്ച ഏത് നമ്മളെ കോഷീസ് ഇനീക്വാലിറ്റി വെച്ച് ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഇന്റഗ്രലിന്റെ മോഡുലസാ കാണേണ്ടത്. അതും നമ്മൾ പഠിച്ച FN ഓഫ് സെറ്റ് നോട്ടും തമ്മിൽ എങ്ങനെ ബന്ധിപ്പിക്കാൻ പറ്റും നമുക്ക് നോക്കാം. മോഡല്ല ആദ്യം FN ഓഫ് സെറ്റ് നോട്ട് ഇക്വേഷൻ. FN ഓഫ് സെറ്റ് നോട്ട് ഇസ് ഈക്വൽ ടു n factorial divided by 2 pi I integral over C f of z divided by z minus z naught all raised to n plus 1 dz. ഓക്കെ, ഇനി ഈ ഒരു FN ഓഫ് സെറ്റ് നോട്ട് ഇക്വേഷൻ നമുക്ക് അറിയുന്നത് അതിനെ ബൗണ്ട് ചെയ്യിക്കാൻ നമുക്കറിയാം. അത് വെച്ചിട്ട് ഈ ഇന്റഗ്രേഷൻ എങ്ങനെ ബൗണ്ട് ചെയ്യിക്കാൻ നമുക്ക് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ മോഡുലസ് എടുക്കാം. മോഡുലസ് എടുത്തിട്ട് ഇക്വേഷൻ നമുക്ക് അറിയുന്നത് മോഡുലസ് എടുക്കാം. മോഡ് FN ഓഫ് സെറ്റ് നോട്ട്. മോഡ് FN ഓഫ് സെറ്റ് നോട്ട് ആണ് എന്തൊക്കെ പ്രത്യേകത? മോഡ് FN ഓഫ് സെറ്റ് നോട്ട് ഇതിന്റെ മോഡുലസ് എടുക്കുമ്പോൾ അതിന്റെ മോഡുലസ് എടുക്കുമ്പോൾ 1 കിട്ടും. ബാക്കി ഒന്നിനും വ്യത്യാസം വരില്ല. അപ്പൊ n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 pi അത് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ മോഡുലസ് വലിയ വ്യത്യാസം വരില്ല. ഓക്കെ, ആ ഇന്റഗ്രല് അതേപോലെ തന്നെ ഇന്റഗ്രൽ ഓവർ C f ഓഫ് z ഡിവൈഡ് ബൈ z മൈനസ് z നോട്ട് ഓൾ റേസ് ടു n പ്ലസ് 1 dz അതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ പറഞ്ഞില്ലേ മോഡ് ഇന്റഗ്രൽ ഓവർ C ലോഗ് z ഡിവൈഡ് ബൈ z സ്ക്വയർ dz എല്ലാം കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതാണ് വെച്ചിട്ട് ഇത് രണ്ടിൽ പ്രൊമോട്ട് ചെയ്യുക. അപ്പം മോഡ് ഇന്റഗ്രൽ ഓവർ C f ഓഫ് z ഡിവൈഡ് ബൈ z മൈനസ് z നോട്ട് റേസ് ടു n പ്ലസ് 1 dz ലെസ് ദാൻ ഈക്വൽ ടു 2 pi by n ഫാക്ടോറിയൽ ഇൻറ്റു മോഡ് FN ഓഫ് സെറ്റ് നോട്ട്. നമ്മളിപ്പം പഠിച്ച മോഡ് FN ഓഫ് സെറ്റ് നോട്ട് ഇക്വേഷൻ ആരാ? ഇക്വേഷൻ എന്താ? ആരെങ്കിലും പറയും മോഡ് FN ഓഫ് സെറ്റ് നോട്ട് ഇക്വേഷൻ. ഹലോ, less than or equal to m n factorial divided by r raised to n. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടി മോഡ് ഈ ഒരു ഇക്വേഷൻ കിട്ടി. എന്ത് മോഡ് ഇങ്ങനെ ഒരു ഇന്റഗ്രൽ വന്നാൽ അതെങ്ങനെ ബൗണ്ട് ചെയ്യിക്കാൻ ഇക്വേഷൻ കിട്ടി. ഇനി നമുക്കൊന്നുമില്ല, ഇതിന് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. വളരെ സിമ്പിൾ ആണ്. എന്ത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഇന്ന് പേടിച്ചു വന്നിട്ടും, പക്ഷെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന സെക്ഷൻ സിമ്പിൾ ആണ്. ഇത് 2 pi by n ഫാക്ടോറിയൽ ഇൻറ്റു m into n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ r റേസ്റ്റ്. അപ്പം മോഡ് നമുക്ക് ഇവിടെ വേണ്ട ഫംഗ്ഷനൊക്കെ എടുത്ത് എഴുതാം. ലോഗ് z ഡിവൈഡ് ബൈ z സ്ക്വയർ dz. ഇവിടെ മോഡ് z is equal to മോഡ് z എവിടെയാണ്? മോഡ് z is equal to 2 ആണ്. അത് എടുക്കട്ടെ. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ ഇക്വേഷനിൽ കൊടുക്കുക 2 pi by n എന്താ ഇവിടെ വരുന്നത്? z മൈനസ് z നോട്ട് ഓൾ റേസ് ടു n പ്ലസ് 1. അത് ഇവിടെ വരുന്നത് z മൈനസ് 0 ഓൾ സ്ക്വയർ ആണ്. അപ്പൊ n വരുന്നത് n is equal to 1 ആണ് വരിക. n is equal to 1 ഫാക്ടോറിയൽ ഇൻറ്റു m ഇൻറ്റു
1 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ ആർ എന്താ ഇവിടെ 6 2 ആണ് 2 റേസ് ടു 1. അപ്പൊ എല്ലാം കുത്തിപ്പോവും 1 ഫാക്ടോറിയലും 1 ഫാക്ടോറിയലും പോയി 2ഉം 2ഉം പോയി ലാസ്റ്റ് പൈ എം വരും പൈ ഇൻറ്റു എം മാത്രം വരും പൈ ഇൻറ്റു എം മാത്രം വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഈ എം ആണ്. എം എന്താണ് നമ്മുടെ മോഡ് എഫ് ഓഫ് സെറ്റിന്റെ മാക്സിമം ബൗണ്ട് ആണ്. മാക്സിമം മോഡുലസിന്റെ ബൗണ്ട് ആണ് എന്ത് എം എന്ന് പറയുന്നത്. ആ എം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം ലോഗ് സെറ്റിന്റെ മാക്സിമം ബൗണ്ട് ഒന്ന് പുറകിലോട്ട് മറിച്ച് നോക്കിയാൽ നമുക്ക് ലോഗ് സെറ്റിന എങ്ങനെ എഴുതി എങ്ങനെ ലോഗ് എപ്പോഴും ശ്രദ്ധിക്കണം. ലോഗ് ക്യാപിറ്റൽ ലോഗിലാണ് തുടങ്ങുന്നതെങ്കിലും സ്മോൾ ലോഗിലാണ് തുടങ്ങുന്നത് സ്മോൾ ലെറ്റർ എല്ലിലാണ് തുടങ്ങുന്നതെങ്കിലും നമുക്ക് രണ്ട് ഫംഗ്ഷൻസ് ആണ്. അപ്പൊ ഇവിടെ തുടങ്ങുന്നത് ക്യാപിറ്റൽ ലോഗ് സെറ്റ് ആണ്. ഇവിടെ എഫ് ഓഫ് സെറ്റ് എന്താണ് എഫ് ഓഫ് സെറ്റ് ലോഗ് സെറ്റ് ആണ്. ഇപ്പൊ ലോഗ് സെറ്റ് നമുക്ക് എങ്ങനെയാ ലോഗ് മോഡ് സെറ്റ് പ്ലസ് ഐ ഇൻറ്റു ആർഗ്യുമെന്റ് ഓഫ് സെറ്റ്. ഓക്കെ ആർഗ്യുമെന്റ് ഓഫ് സെറ്റ്. അപ്പൊ നമുക്ക് എന്തൊക്കെ ചെയ്യാം അപ്പൊ ഇതിന്റെ മോഡുലസ് കാണും. മോഡുലസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് മോഡ് ലോഗ് സെറ്റ് കണ്ടുപിടിക്കാം. മോഡ് ഈ ഒരു ഐ അങ്ങ് പോകും. ലോഗ് മോഡ് സെറ്റ് പ്ലസ് ഐ ഇൻറ്റു ഐ ഉണ്ടാവില്ല ഐ അങ്ങ് പോകും. മോഡ് കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും ഐ ഉണ്ടെങ്കിൽ അത് കട്ടായി പോകും. കാരണം ഐന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ ആർഗ്യുമെന്റ് ഓഫ് സെറ്റിന്റെ ആർഗ്യുമെന്റ് വരുന്നത് ഇവിടെ വരുന്നത് പൈ ആണ്. ഓക്കെ ലോഗ് സെറ്റിന്റെ ആർഗ്യുമെന്റ് നമ്മൾ എഴുതിയിട്ടുണ്ട് പൈ എന്നാണ്. ലോഗ് സെറ്റിന്റെ ക്യാപിറ്റൽ ആർഗ്യുമെന്റ് ഓഫ് സെറ്റ് നമ്മൾ മുന്നേ എഴുതിയിട്ടുണ്ട്. അവിടെ പിന്നെ എടുത്തു പറയാം ലോഗ് സെറ്റിന്റെ ആർഗ്യുമെന്റ് പൈ ആണ്. പിന്നെ ലോഗ് മോഡ് സെറ്റ് ആണ്. മോഡ് സെറ്റ് എന്താണ് മോഡ് സെറ്റ് ഇസ് ഈക്വൽ ടു 2 ആണ്. അപ്പം ലോഗ് 2 പ്ലസ് പൈ കിട്ടും. ലോഗ് 2 പ്ലസ് പൈ. അപ്പൊ ഒന്നുമില്ല അത് കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക പൈ ഇൻറ്റു പൈ പ്ലസ് ലോഗ് 2. ഓക്കെ പൈ പ്ലസ് ലോഗ് 2 ഒന്നുമില്ല. ഇവിടെ നമുക്ക് ഒന്ന് മോഡുലസ് എടുക്കുമ്പോൾ ഈ ഐ അങ്ങ് പോകും. അപ്പം വെറും ലോഗ് മോഡ് സെറ്റ് പ്ലസ് ആർഗ്യുമെന്റ് ഓഫ് സെറ്റ് വരും. ലോഗ് മോഡ് സെറ്റ് എന്ന് പറയുമ്പോൾ ലോഗ് മോഡ് സെറ്റ് വാല്യൂ 2 ആണ്. അപ്പൊ ലോഗ് 2 പ്ലസ് ആർഗ്യുമെന്റ് ഓഫ് സെറ്റ് ആർഗ്യുമെന്റ് ഈ ഒരു ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ് അവിടുത്തെ ആർഗ്യുമെന്റ് വരുന്നത് ലോഗ് സെറ്റിന്റെ ആർഗ്യുമെന്റ് വരുന്നത് പൈ ആണ്. അതുകൊണ്ട് ലോഗ് 2 പ്ലസ് പൈ വരും. അത് ഡയറക്റ്റ് ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പൈ ഇൻറ്റു പൈ പ്ലസ് ലോഗ് 2 കിട്ടും. ഓക്കെ ക്ലിയർ ആണോ? ഹലോ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് അറിയാം. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഓക്കെ ആണോ? ഓക്കെ ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു സെക്ഷൻ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോംപ്ലക്സ് ഇന്റഗ്രേഷന്റെ നോട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അതിൽ കുറച്ച് ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഈ ഒരു സെക്ഷന്റെ ക്വസ്റ്റ്യൻസ് വരും. അത് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അന്നേരം ചോദിച്ചാൽ മതി. ഓക്കെ ഓക്കെ ഇനി അടുത്തതൊരു സാധാരണ ചോദിക്കുന്ന ഒരു തിയറാണ്. തിയർ എന്ന് പറഞ്ഞാൽ സാധാരണ നിങ്ങൾക്ക് പ്രൂഫ് ഒന്നും ചോദിക്കാറില്ല. ഒരു സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നല്ലതായിട്ട് മനസ്സിലാക്കി പഠിച്ചേക്കുക. സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. സിമ്പിൾ ആയിട്ട് ഞാൻ അത് പറഞ്ഞുതരാം. സിമ്പിൾ ആയിട്ട് പഠിച്ചേക്കാണ്. ആ തിയർ ആണ്. സാധാരണ ഇങ്ങനെ ചോദിക്കുക സ്റ്റേറ്റ് ലിയോവിൽസ് തിയർ. ലിയോവിൽസ് തിയർ സ്റ്റേറ്റ് ചെയ്യാം. അതിലൂടെ ഒരു ലിയോവിൽസ് തിയർ ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു കണക്കും കൂടി ചോദിക്കും.
അതാണ് സാധാരണയായിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡ്. ആദ്യം ലിയോവിലിസ് തിയറം സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കും, പിന്നെ ആ തിയറം ഉപയോഗിച്ചുകൊണ്ട് ഒരു കണക്ക് ചോദിക്കും. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് തിയറം നോക്കാം. എന്നാണ് തിയറം? ലെറ്റ് എഫ് ബി എ ബൗണ്ടഡ് ഫംഗ്ഷൻ. Bounded function. F be a bounded function in the complex plane C. Then F is constant throughout the plane. F is a bounded, sorry, point. Let F be a bounded analytic function on a complex plane C. Then F is constant throughout the domain. F bounded analytic function C. അങ്ങനെയാണെങ്കിൽ എഫ് കോൺസ്റ്റന്റ് ആയിരിക്കും. എഫ് ബൗണ്ടഡ് ഇങ്ങനെ പഠിച്ചില്ലേ, ബൗണ്ടഡ് പ്ലസ് അനാലിറ്റിക് ഇംപ്ലൈസ് കോൺസ്റ്റന്റ്. എഫ് ബൗണ്ടഡ് എഫ് അനാലിറ്റിക് ആണെങ്കിൽ എഫ് ആ ത്രൂ ഔട്ട് സിയില് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഇതാണ് തിയറം, ലിയോവിലിസ് തിയറം. വലിയ തിയറം തരാം, വളരെ ചെറിയൊരു തിയറാണ്. സാധാരണ ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യനിലാണ് ഇത്, 5 അല്ല 3 വെയിറ്റേജിന്റെ ക്വസ്റ്റ്യനിലാണ് ഇത് കാണാറ്. അതില് ഇത് സ്റ്റേറ്റ് ചെയ്യാനും ഇതിനൊപ്പം ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഈ തിയറം ക്ലിയർ അല്ലേ? തിയറം ക്ലിയർ ആണെങ്കിൽ തിയറം ക്ലിയർ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് 2012 ചോദിച്ച ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ലിയോവിലിസ് തിയറം. അത് ഞാൻ എഴുതുന്നില്ല, സ്റ്റേറ്റ് ചെയ്യാൻ ലിയോവിലിസ് തിയറം സ്റ്റേറ്റ് ചെയ്യാൻ ആദ്യത്തെ പാർട്ട് സ്റ്റേറ്റ് ലിയോവിലിസ് തിയറം. രണ്ടാമത്തത് അതിനൊപ്പമുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ഷോ ദാറ്റ് ഇഫ് എഫ് ഈസ് ആൻ എൻറ്റയർ ഫംഗ്ഷൻ, ഷോ ദാറ്റ് ഇഫ് എഫ് ഈസ് ആൻ എൻറ്റയർ ഫംഗ്ഷൻ such that f of z is equal to (100) e raised to real part of z, then f of z is equal to c e raised to z for some non-zero constant, for some constant c, for some constant c, constant, sorry. C, okay. ആദ്യം ലിയോവിലിസ് തിയറം സ്റ്റേറ്റ് ചെയ്യുക, പിന്നെ such that f is an entire function. f ഒരു entire function such that ആ f of z നമുക്ക് തന്നിട്ടുണ്ട്. അത് എന്താന്ന് പ്രൂവ് ചെയ്യുക? f of z is equal to c into ഒരു e raised to z എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റുമെന്നത് നമുക്ക് കാണിച്ചു കൊടുക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്തെടുക്കുക? ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ മോഡൽസ് എടുക്കുക. ഈ ഒരു എഫ് ഓഫ് സെറ്റിന്റെ മോഡൽസ് എടുത്ത് എന്ത് കിട്ടും? എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു മോഡ് എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു മോഡ് 100 e raised to real part of z. ഓക്കെ, mod e raised to real part of z. റിയൽ പാർട്ട് ഓഫ് z എന്ന് പറയുമ്പോൾ e raised to എന്ത്? സാധാരണ നമ്മൾ എന്തേതാ e raised to real part of z, റിയൽ പാർട്ട് ഓഫ് z, z റിയൽ പാർട്ട് ആണ് x ആണ്. അപ്പൊ നമ്മൾ വെറുതെ ഒരു ഇതിന് വേണ്ടിയിട്ട് e raised to
എക്സ് എന്ന് അവിടെ എഴുതാം. എക്സിന്റെ മോഡ് ഇറേസ് ടു എക്സ്. ഓക്കെ, ഇതിന്റെ ആവശ്യമില്ല, ഇത്ര വരെ എഴുതിയാൽ മതി. 100 മോഡ് ഇറേസ് ടു മോഡ് റിയൽ പാർട്ട് ഓഫ് സെറ്റ്. ഓക്കെ, ഇനി അടുത്തത് നമ്മളൊരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. ഇത്ര എഴുതിയതിനു ശേഷം നമ്മളൊരു പുതിയൊരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. കൺസിഡർ g of z is equal to e raised to minus z into f of z. e raised to minus z into f of z എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യാം? പുതിയൊരു ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക. g of z is equal to e raised to minus z into f of z എന്ന് വെച്ച് പുതിയൊരു ഫംഗ്ഷൻ എടുക്കുക. ഇതെന്തായാലും e raised to minus z ഇല്ല, അപ്പൊ അത് എൻഡയർ ആണ്. അപ്പൊ ഇറ്റ്സ് ആൻ എൻഡയർ ഫംഗ്ഷൻ. എൻഡയർ ഫംഗ്ഷൻ ഇത് ബൗണ്ടഡ് എൻഡയർ ഫംഗ്ഷൻ നമ്മുടെ അനലിറ്റിക് അല്ലെങ്കിൽ എൻഡയർ പ്ലസ് എൻഡയർ അനലിറ്റിക് ഏകദേശം സെയിം ആണ്. എൻഡയർ ആണെങ്കിൽ അനലിറ്റിക് ആണ്. എൻഡയർ പ്ലസ് ബൗണ്ടഡ് ആണെങ്കിൽ നമ്മൾ നേരത്തെ തിയറം പ്രകാരം എഫ് ഒരു കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് മാറ്റി ഇടാൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എൻഡയർ ഇത് ഒരു ബൗണ്ടഡ് ആണെന്ന് കൂടി നമ്മൾ തെളിയിക്കണം. എൻഡയർ ആണ്, എൻഡയർ ഓൾറെഡി e raised to minus z f of z എൻഡയർ ആണ്. ഇനി നമ്മൾ ബൗണ്ടഡ് ആണെന്ന് കൂടി ഇത് തെളിയിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ബൗണ്ടർ ആണ് തെളിയിക്കണം. ഏത് g of z എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ എടുത്ത ഫംഗ്ഷൻ ഉണ്ടല്ലോ, അത് ബൗണ്ടർ ആണ് തെളിയിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മോഡ് g of z ആണ്. മോഡ് g of z, മോഡ് g of z is equal to modulus of e raised to minus z into f of z. That's less than or equal to mod e raised to minus z into mod f of z. Okay. നമ്മളിപ്പം മോഡ് ഇ റേസ് ടു മൈനസ് സെറ്റ്. അപ്പൊ മോഡ് ഇ റേസ് ടു മൈനസ് സെറ്റ് എന്ന് പറയുമ്പോൾ മോഡ് ഇ റേസ് ടു മൈനസ് സെറ്റ് എന്ന് പറയുമ്പോൾ മോഡ് ഇ റേസ് ടു മൈനസ് റിയൽ പാർട്ട് ഓഫ് സെറ്റ്. കാരണം നിങ്ങൾ മുന്നേ ഞാൻ ഫസ്റ്റ് കോംപ്ലക്സ് ആനേഴ്സ് തുടങ്ങും, കോംപ്ലക്സ് നമ്പേഴ്സ് തുടങ്ങുമ്പോൾ നമ്മൾ രണ്ടുമൂന്ന് കുറെ ഡെഫിനിഷൻസ് പഠിച്ച സമയത്ത് ചിലപ്പോൾ ഇ റേസ് ടു മോഡ് ഇ റേസ് ടു സെറ്റ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് പ്ലസ് ഐ വൈന്ന് എടുക്കും. അതിനുശേഷം ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ വൈന്ന് മാറ്റി എഴുതും. ഇ റേസ് ടു ഐ വൈ എപ്പോഴും 1 ആണ്. അതുകൊണ്ട് തന്നെ മോഡ് ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ മോഡ് ഇ റേസ് ടു സെറ്റ് എന്ന് പറയുന്നത് മോഡ് ഇ റേസ് ടു എക്സിന് ഈക്വൽ ആയിരിക്കും. മോഡ് ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ മോഡ് ഇൻറ്റു ഇ റേസ് ടു റിയൽ പാർട്ട് ഓഫ് എക്സിന്റെ മോഡുലസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ മാറ്റി എഴുതി പഠിച്ചിട്ടുണ്ട്. എന്തില്? നമ്മൾ ഫസ്റ്റ് തുടക്കത്തിൽ അല്ലെങ്കിൽ ഇ റേസ് ടു സെറ്റിന്റെ സെക്ഷനിലുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് മാറ്റി എഴുതണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ റേസ് ടു മോഡ് ഇ റേസ് ടു തരുന്നത് ഇ റേസ് ടു റിയൽ പാർട്ട് ഓഫ് സെറ്റ് മൈനസ് റിയൽ പാർട്ട് ഓഫ് സെറ്റ് മൈനസ് സെറ്റ് അല്ലേ? ഓക്കെ, മൈനസ് റിയൽ പാർട്ട് ഓഫ് സെറ്റ് ഇൻറ്റു മോഡ് എഫ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത് മോഡ് എഫ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ഇൻറ്റു ഇ റേസ് ടു റിയൽ പാർട്ട് ഓഫ് സെറ്റ്. ഇതിന്റെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ അത് തന്നെ വരിക. മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ അത് തന്നെ വരിക. അതുകൊണ്ട് നമുക്ക് നമ്മളിവിടെ എഴുതിയിട്ട് ആദ്യം എഴുതിയിട്ട് എന്താണ്? മോഡ് എഫ് ഓഫ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ 100 ഇൻറ്റു ഇ റേസ് ടു റിയൽ പാർട്ട് ഓഫ് സെറ്റ്. അതാണ് നമ്മൾ ആദ്യം എഴുതിയത്. അപ്പൊ അത് കൂടെ കൊടുക്കുക. 100 ഇൻറ്റു ഇ റേസ് ടു റിയൽ പാർട്ട് ഓഫ് സെറ്റ്. ഇ റേസ് ടു റിയൽ പാർട്ട് ഓഫ് സെറ്റ് ഇ റേസ് ടു മൈനസ് റിയൽ പാർട്ട് ഓഫ് സെറ്റ്. അപ്പൊ അത് രണ്ടും കൂടിയിട്ട് എന്താവും? ഇ റേസ് ടു 0. ഇ റേസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 കിട്ടും. ഓക്കെ, മോഡ് ജി ഓഫ് സെറ്റ് എന്താന്ന് കിട്ടി? മോഡ് ജി ഓഫ് സെറ്റ് എന്താന്ന് കിട്ടി? എൻഡയർ ആണെന്ന് കിട്ടി. ഈ ഒരു ഇങ്ങനെ പ്രൂവ് ചെയ്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് ജി ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് കിട്ടി? ബൗണ്ടഡ് ആണെന്ന് കിട്ടി. അപ്പം ബൗണ്ടഡ് എൻഡയർ ഫംഗ്ഷൻ ഈസ് എ കോൺസ്റ്റന്റ്. അപ്പൊ എന്താ ഇവിടെ എന്താണ്? ജി ഓഫ് സെറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. ജി ഓഫ് സെറ്റ് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എന്ത് കിട്ടി? ഒന്നുമില്ല. ജി ഓഫ് സെറ്റ് എന്താണ്? ഇ റേസ് ടു മൈനസ് സെറ്റ് എഫ് ഓഫ് സെറ്റ്. ഇ റേസ് ടു മൈനസ് സെറ്റ് എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? സി എന്ന് കിട്ടി. അപ്പം എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ഇ റേസ് ടു സെറ്റ്. ഓക്കെ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഒന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് അറേഞ്ച് ചെയ്യുക. ആകെ നിങ്ങളുടെ ഉപയോഗിക്കേണ്ട ഒരേ ഒരു തിയറം എന്ന് പറയുന്നത് ഏത് തിയറാണ്? ഇപ്പൊ നമ്മൾ പഠിച്ച ലിയോവിലിസ് തിയറം. അത് ജി ഓഫ് സെറ്റിനാണ് ഉപയോഗിക്കേണ്ടത്. ജി ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് സെറ്റ് എഫ് ഓഫ് സെറ്റ് നമ്മൾ എടുക്കും. ആ ഒരു ഫംഗ്ഷൻ എന്തായാലും എൻഡയർ ആണ്. എഫ് ഓഫ് സെറ്റ് എൻഡയർ ആണ്. ഇ റേസ് ടു മൈനസ് സെറ്റ് എൻഡയർ. അതുകൊണ്ട് തന്നെ ഇ റേസ് ടു സെറ്റ് മൈനസ് സെറ്റ് എന്ന് പറഞ്ഞാൽ എൻഡയർ ഫംഗ്ഷൻ ആണ്. അതിന് ബൗണ്ടഡ് ആണ് കൂടി തെളിയിക്കണം. ബൗണ്ടഡ് ആണ് തെളിയിക്കണമെങ്കിൽ മോഡ് ജി ഓഫ് സെറ്റ് എടുക്കും. മോഡ് ജി ഓഫ് സെറ്റ് എടുക്കുമ്പോൾ നമുക്ക്
e raised to minus z into mod f of z ഉണ്ട്. e raised to minus z എന്ന് പറഞ്ഞാൽ e raised to minus റിയൽ പാർട്ട് ഓഫ് z ആണ്. അത് ഇൻറ്റു നമ്മൾ മോഡ് എഫ് ഓഫ് സെറ്റ് ആദ്യം ഫസ്റ്റ് ഫംഗ്ഷൻ വെച്ചിട്ട് തന്നെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് 100 ഇൻറ്റു e raised to റിയൽ പാർട്ട് ഓഫ് സെറ്റ്. അപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 എന്നിട്ട് ആ ഒരു കോൺസ്റ്റന്റ് വെച്ച് ബൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ബൗണ്ടഡ് ആണ്. ബൗണ്ടഡ് എൻറ്റയർ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ എഫ് ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. അപ്പം ആ ഒരു ജി ഓഫ് സെറ്റ് ഇസിക്കൽ ഇ റേസ് ടു മൈനസ് സെറ്റ് എഫ് ഓഫ് സെറ്റ് ഇസിക്കൽ ടു ഒരു കോൺസ്റ്റന്റ് സി എഴുതുക. അപ്പം എഫ് ഓഫ് സെറ്റ് അവിടെ വെച്ചിട്ട് ബാക്കി ഇ റേസ് സെറ്റ് അപ്പുറം കൊണ്ടുവന്നു എഫ് ഓഫ് സെറ്റ് സി ഇ റേസ് ടു സെറ്റ് കിട്ടും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ പറഞ്ഞാല്? ചോദിച്ചോളൂ. ഹലോ സർ, ജി ഓഫ് സെറ്റ് ഇത് നമ്മൾ ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യില്ലേ? ജി ഓഫ് സെറ്റ് ഓക്കെ ഓക്കെ. അത് കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണോ സംശയം? ഗൗതം, ഹലോ ഹലോ ഗൗതം, ആ ഫംഗ്ഷൻ എങ്ങനെയാ കൺസിഡർ ചെയ്യുന്നതാണെന്നാണ് ഡൗട്ട്. ഗൗതം, ഹലോ ഹലോ ഗൗതം പറയുന്ന കേൾക്കുന്നില്ല. ഹലോ ഓക്കെ. ഹലോ അതെങ്ങനെയാ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ജി ഓഫ് സെറ്റ് നമുക്ക് എന്താ പറയാ, ജി ഓഫ് സെറ്റ് എങ്ങനെ എന്താ ഷോ ചെയ്യേണ്ടത്? എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു സി ഇ റേസ് ടു മൈനസ് ഇ റേസ് ടു സെറ്റ് എന്നല്ല നമുക്ക് കണ്ട് എന്താ പറയാ, അത് എഫ് ഓഫ് സെറ്റ് എങ്ങനെ മാറ്റി ഇങ്ങനെയല്ല മാറ്റി എഴുതുന്നത്. അപ്പൊ ഒന്നുമില്ല, ജി ഓഫ് സെറ്റ് എടുക്കേണ്ടത് ജി ഓഫ് സെറ്റ് ഈക്വൽ ടു ഈ ഒരു ഫോമിൽ എടുത്താൽ മതി. സി ഇവിടെ വെച്ചിട്ട് ഇ റേസ് ടു സെറ്റ് കൊണ്ട് ഇപ്പം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇ റേസ് ടു മൈനസ് സെറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ എടുത്താൽ മതി. ജി നമുക്ക് കിട്ടണം, അതിലേക്ക് എത്തിക്കുന്നതാണ് നമ്മൾ. അതുകൊണ്ട് അങ്ങനെ ആൻസർ ചെയ്താൽ മതി ജി. ഓക്കെ ഗൗതം, നമുക്കത് അതിലേക്ക് എത്തിക്കണം. എന്ന് വെച്ചാൽ ജിയും എഫും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അത് നമ്മൾ ആദ്യം അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് എൻ്റെയറും ബൗണ്ടറാന്ന് പറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് തന്നെ തിരിച്ചെത്താം. ഹലോ സർ, അവിടെ ഇ റേസ് ടു മൈനസ് സെറ്റ് നമ്മളല്ലേ സെറ്റ് അതെങ്ങനെ വന്നു? ഏത് ജി എടുത്തരാ? ജി എടുത്ത അതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് അറിയണം അല്ലേ? അവിടെ എന്ത് എടുക്കേണ്ട ജി ഓഫ് അത് നമ്മൾ ഒന്നുമില്ല, എഫ് നോക്കുക. നമുക്ക് കണ്ടുപിടിക്കേണ്ട എഫ് എങ്ങനെ എഴുതണ്ടെന്ന് നോക്കുക. എഫ് ഓഫ് സെറ്റ് ഷോ ദാറ്റ് അല്ലേ, പ്രൂവ് ദാറ്റ് അല്ല, ഷോ ദാറ്റ് അല്ല. അപ്പൊ ഷോ ദാറ്റ് തന്നെ എഫ് എന്ന് പറഞ്ഞാൽ സി ഇൻറ്റു ഇ റേസ് ടു സെറ്റ് നമുക്ക് ഷോ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ജി എടുക്കുന്നത് ആ ഒരു ഇ റേസ് ടു മൈനസ് സെറ്റ് ഇൻറ്റു ആ ഒരു എഫ് ഓഫ് സെറ്റ് എന്നുള്ള രീതിയിൽ. എന്ന് വെച്ചാൽ ഇ റേസ് ടു സി ഇ റേസ് ടു സെറ്റ് ആണ് നമുക്ക് എന്താ പറയുക എന്താ എടുക്കേണ്ടത്, എഫ് ഓഫ് സെറ്റ് ആയിട്ട് കിട്ടേണ്ടത്. അതിന് വേണ്ടി നമ്മൾ എടുക്കുന്ന ജി എന്ന് പറയുന്നത് സി ഇൻറ്റു ഇ റേസ് ടു മൈനസ് സെറ്റ്. എന്ന് വെച്ചാൽ അത് രണ്ട് കൺസിഡർ ചെയ്യണം. അതിപ്പം നമുക്ക് ഇതൊരു കോൺസ്റ്റന്റ് ആണ് തെളിയിക്കാൻ വേണ്ടത്. നമ്മൾ ഇത് വെച്ച് ഇതൊരു കോൺസ്റ്റന്റ് ആണ് തെളിയിക്കാൻ വേണ്ടത്. അത് ലോജിക്കലി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതൊരു കോൺസ്റ്റന്റ് ആണ് തെളിയിക്കണമെങ്കിൽ ഇതൊരു സി ആയിട്ട് അതിന് നമ്മൾ അസ്യൂം ചെയ്താൽ മതി. മൈൻഡിൽ അസ്യൂം ചെയ്ത് സി അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ സി ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ഒരു ഫംഗ്ഷൻ. ഇപ്പൊ ഒരു പി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഇൻറ്റു എന്ന് പറയുന്നത് സി കിട്ടണം. അത് ഓക്കെ, സി തന്നെ എടുക്കട്ടെ. ഓക്കെ ഓക്കെ, നമുക്ക് ഇതൊരു കോൺസ്റ്റന്റ് അല്ലേ കിട്ടേണ്ടത്. ഇപ്പൊ കോൺസ്റ്റന്റ് ഇൻറ്റു ഇത് അത് ഈക്വൽ എഫ് ഓഫ് സെറ്റ് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ക്ലിയർ ആയിത്തരാം. ഒരു മിനിറ്റ്, നമ്മൾ ആദ്യം എഫ് ഓഫ് സെറ്റ് കൺസിഡർ ചെയ്യാം. എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു
100 into e raised to real part of z. g of z നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ട g of z എന്താ എടുക്കേണ്ടത് എന്ന് വെച്ചാൽ എന്താ എടുക്കേണ്ടതാണ് നമുക്ക് ഡൗട്ട് വരുന്നത്. ഓക്കെ, അതിന് വേണ്ടി നമ്മൾ എന്നാ ഷോ ചെയ്യാൻ നോക്കുക. സി ഇ റേസ് ടു സെറ്റ് എന്ന് ഷോ ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മൾ g of z ആയിട്ട് എടുക്കേണ്ടത് c ഇൻറ്റു ഇ റേസ് ടു സി ഇൻറ്റു ഇ റേസ് ടു അല്ല f of z into e raised to minus z. ഓക്കെ, പറഞ്ഞ ഒന്നുമില്ല, ഇത് ഇപ്പുറത്തേക്ക് എടുക്കുക. ഇത് ഈ ഒരു ഇ റേസ് ടു മൈനസ് ആയിട്ട് ഇപ്പുറത്തേക്ക് എടുക്കുക. ഇൻറ്റു എഫ് ഓഫ് സെറ്റ് സിക്വൽ ടു ആ സിക്ക് വരെ ജി ഓഫ് സെറ്റ് അങ്ങോട്ട് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ എടുക്കാം കൃഷ്ണ. ശരിക്കും പറഞ്ഞാൽ ലോജിക്ക് അതൊരു സാധനം എന്ത് ക്വസ്റ്റ്യന് ദെൻ കഴിഞ്ഞിട്ടുള്ള ഐറ്റം ആ ഒരു ഭാഗം വരുമ്പോ അതാണ് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടത്. അതാ പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടത്. എഫ് ഓഫ് സെറ്റ് സി റേസ് ടു സെറ്റ് അല്ലേ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അത് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒന്നും കൂടി ചെയ്യാം. ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം ആ ഒരു ടൈപ്പ്. ഓക്കെ, ഓക്കെ, അതിലുണ്ടെന്ന് സ്റ്റേറ്റ് ലിയോവിലിസ് തിയറം ആൻഡ് ഇഫ് എഫ് ഓഫ് സെറ്റ് ഇസ് f of z is an entire function such that mod f of z ഇവിടെ നമുക്ക് ഡയറക്റ്റ് മോഡ് എഫ് ഓഫ് സെറ്റ് കാണിച്ചിട്ടുണ്ട്. നേരത്തെ കണ്ടുപിടിക്കണം. മോഡ് എഫ് ഓഫ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ റേസ് ടു ഇമാജിനറി പാർട്ട് ഓഫ് സെറ്റ് ഫോർ എവരി സെറ്റ്. ഓക്കെ, show that f of z is equal to c e raised to minus I z when c അല്ല ഒരു a എടുത്ത a e raised to minus I z when mod a less than or equal to 1. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് 2021 ഡിസംബറിലും 2015 ജൂണിലും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതിനോട് നേരത്തെ അതേപോലെ തന്നെ എന്ത് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ തന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ മോഡ് എഫ് ഓഫ് സെറ്റ് കണ്ടുപിടിച്ചതാണ്. മോഡ് എഫ് ഓഫ് സെറ്റ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ റേസ് ടു ഇമാജിനറി പാർട്ട് ഓഫ് സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇ റേസ് ടു ഇമാജിനറി പാർട്ട് ഓഫ് സെറ്റ് എന്താണ്? വെറുതെ ഇമാജിനറി പാർട്ട് ഓഫ് സെറ്റ് എന്താണ്? മോഡ് ഇ റേസ് ടു ഇമാജിനറി പാർട്ട് ഓഫ് സെറ്റ്. ഇമാജിനറി പാർട്ട് എന്ന് വെച്ചാൽ എക്സ് പ്ലസ് ഐ വൈ എടുത്ത് കഴിഞ്ഞാൽ ഇമാജിനറി പാർട്ട് എന്താ എഴുതുന്നത്? വൈ ആണ്. അപ്പൊ ഇ റേസ് ടു വൈ കിട്ടാം. ഓക്കെ, അതാണ് ഇമാജിനറി പാർട്ട് ഓഫ് സെറ്റ്. അതോടെ വെക്കട്ടെ, അതിന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. ഇ റേസ് ടു ഇമാജിനറി പാർട്ട് ഓഫ് സെറ്റ്. ഇനി അടുത്തത് നമുക്ക് എങ്ങനെ ജി ചൂസ് ചെയ്യാം. കൺസിഡർ ജി ഓഫ് സെറ്റ്. ഇവിടെ നേരത്തെ പോലെ എടുക്കുന്നതാണെങ്കിൽ ജി എന്ത് വരും? എ ഇവിടെ വെച്ചിട്ട് ഈ ഒരു ഇ റേസ് ടു മൈനസ് ഐ സെറ്റ് ഇപ്പുറം കൊണ്ടുവരിക. അപ്പൊ ഇ റേസ് ടു ഐ സെറ്റ് ഇൻറ്റു എഫ് ഓഫ് സെറ്റ് ആയിട്ട് ജി എടുക്കാം. ഓക്കെ, തന്നെ ഇ റേസ് ടു പ്ലസ് ഐ സെറ്റ് ഇൻറ്റു ജി ഓഫ് സെറ്റ്. ഓക്കെ, വേറെ ആയില്ല. ഇപ്പം ജി ഓഫ് സെറ്റ് എടുക്കണം എങ്ങനെയാണ്? ഒന്നുമില്ല, ഇതെടുത്ത് ഇപ്പം കൊണ്ടില്ല. ഇ റേസ് ടു ഐ സെറ്റ് ഇൻറ്റു ജി ഓഫ് സെറ്റ്. അപ്പം ഇത് എന്താണ്? എൻറ്റയർ ഫംഗ്ഷൻ ആണ്. ഇനി നമുക്ക് ബൗണ്ടഡ് ആണ് കൂടി നോക്കാം. അത് സിമ്പിൾ ആണ്. ബൗണ്ടഡ് ആണെന്ന് നോക്കണമെങ്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതാണ്. ബൗണ്ടഡ് ആണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെ ബൗണ്ടഡ് ആണെന്ന് നോക്കാം. ബൗണ്ടഡ് ആണ് നോക്കണമെങ്കിൽ മോഡ് ജി ഓഫ് സെറ്റ് ആണ്. മോഡ് ജി ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു mod e raised to I z into f of z. That's the sign to mod e raised to I z into mod f of z. That's equal to mod e raised to I z into f of z. Mod e raised to I z എന്താണ്? e raised to I z mod e raised to I z ആണ് നമുക്ക്. mod e raised to I z that's equal to mod e raised to minus x, sorry, okay, mod e raised to I z.
I into x plus iy കാണണം. That's equal to mod e raised to ix minus y. That's equal to e raised to ix into, sorry, e raised to minus y. That's equal to mod e raised to ix into mod e raised to minus y. That's equal to e raised to ix എന്താണ് നമ്മൾ പറഞ്ഞു e raised to iy എപ്പോഴും എന്തായിരിക്കും iy എന്ന് പറഞ്ഞാൽ ഏത് ടേം ഇപ്പൊ ix ഇമാജിനറി പാർട്ട് മേലെ എടുത്തു കഴിഞ്ഞാൽ e raised to ഒരു ഇമാജിനറി പാർട്ട് ix iy ip അങ്ങനെ ഏത് മേലെ ഏത് ടേം എടുത്തു കഴിഞ്ഞാൽ എക്സോ വൈ ഏത് 1 ആയിരിക്കും. അതിന്റെ മോഡലസ് ആണ് 1 ആയിരിക്കും. ഓക്കെ, ആണ് മോഡലസ് 1. അപ്പം e raised to minus y മാത്രം വരും. എന്ത് mod e raised to z. mod e raised to z എന്ത് വരും മൈനസ് e raised to minus 5 വരും. നമ്മൾ പറഞ്ഞു എന്ത് എഫ് ഓഫ് സെറ്റ് മോഡ് എഫ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് e raised to imaginary part of z. e raised to imaginary part of z എന്താണ് imaginary part of z എന്താണ് e raised to minus y into e raised to y എന്ന് കിട്ടും. That's equal to 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും g of z എന്താണ് കിട്ടി മോഡ് g of z ലെസ് ആൻ ഓർ ഈക്വൽ ടു 1. അപ്പൊ g of z എന്താണ് കിട്ടി ബൗണ്ടഡ് ആണ് കിട്ടി. നമ്മൾ g of z എൻഡയർ ആണ് കിട്ടി. അപ്പൊ ബൗണ്ടഡ് എൻഡയർ ഫംഗ്ഷൻ ആയതുകൊണ്ട് ലിയോവിലിസ് തിയറം പ്രകാരം g എന്തായിരിക്കും ബൗണ്ടഡ് എൻഡയർ ഫംഗ്ഷൻ ആയതുകൊണ്ട് g പഠിക്കണം കേട്ടോ തിയർ എങ്ങനെ. ഹലോ, Constant. കോൺസ്റ്റന്റ് ആയിരിക്കും. g is a കോൺസ്റ്റന്റ് ആയിരിക്കും. g ഒരു കോൺസ്റ്റന്റ്. അപ്പം ഒന്നുമില്ല, നമ്മൾ g എടുത്ത് എന്താണ് ഇവിടെ g of z is equal to e raised to iz into f of z എടുത്തത് നമ്മുടെ g. അപ്പൊ അതൊരു കോൺസ്റ്റന്റ് ആണ് കിട്ടി. കോൺസ്റ്റന്റ് ഒരു a, ആ എന്റെ വാല്യൂ എന്ന് പറയുന്നത് മോഡ് എ ലെസ് താൻ ഈക്വൽ ടു 1 നിങ്ങൾ എഴുതി വെച്ചാൽ മതി. മോഡ് എ ആ ഒരു എന്റെ വാല്യൂ എന്ന് വെച്ചാൽ a 1 അല്ലേ. അപ്പം അത് ലെസ് താൻ ഈക്വൽ ടു 1 അല്ലെങ്കിൽ ഈക്വൽ ടു 1 അല്ല, നമുക്ക് കൂടെ വേണ്ട ക്വസ്റ്റ്യൻ എന്നാ വേണ്ടത് നോക്കുക. ക്വസ്റ്റ്യൻ ലെസ് താൻ ഈക്വൽ ടു 1 എന്നാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് വെറുതെ മോഡ് ലെസ് താൻ ഈക്വൽ ടു 1 എന്ന് എഴുതുക. ഓക്കെ, ലെസ് താൻ ഈക്വൽ ടു 1. ഓക്കെ, ലെസ് താൻ ഈക്വൽ ടു 1. ഇനി അതൊന്നുമില്ല, അത് മോഡ് അതിങ്ങനെ വന്നെന്ന് വെച്ചാൽ മോഡ് എ ലെസ് താൻ ഈക്വൽ ടു 1 എങ്ങനെയാണ് മോഡ് g of z എന്താണ് ലെസ് താൻ ഈക്വൽ ടു 1 അല്ലേ. ഇപ്പൊ g of z ന്റെ വാല്യൂ എന്തൊക്കെ വരാം പ്ലസ് ഓർ മൈനസ് 1 ഏതും വരാലോ. എ എന്ന് പറഞ്ഞാൽ ഇത് എ അല്ലേ, ഇതെല്ലാം നമ്മളെടുത്ത എ. ആ എ എന്ന് പറയുന്നത് എന്തും വരാലോ. എങ്ങനെ 1ഓ മൈനസ് 1ഓ ഏത് വാല്യൂ വേണ്ടിയിട്ടും വരാം. അപ്പം മോഡ്ലെസ് വാല്യൂ ഓഫ് എ എന്ന് പറയുന്നത് ലെസ് താൻ ഈക്വൽ ടു 1 എന്ന് വരാം. ഓക്കെ, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പം അതേ കിട്ടി. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട എഫ് ഓഫ് സെറ്റ് ആണ്. അപ്പൊ എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ സെറ്റ്. ഒന്നുമില്ല, ഇ റേസ് ടു ഐ സെറ്റ് അപ്പുറം കൊണ്ടുപോകും, ഇ റേസ് ടു ഐ സെറ്റ് അപ്പുറം കൊണ്ടുപോകും, ഇ റേസ് ടു മൈനസ് ഐ സെറ്റ് കിട്ടും. ഓക്കെ, ക്ലിയർ ആയില്ലേ രണ്ട് ക്വസ്റ്റിനും? ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞതോടി ഹലോ, ക്ലിയർ ആയി സർ. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തൊരു സ്ഥിരമായിട്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സാധാരണ ഹാർമോണിക് കോൺജുഗേറ്റ്, അതുപോലെ തന്നെ ഹാർമോണിക് കോൺജുഗേറ്റ്, പിന്നെ ഒരു ഇന്റഗ്രേഷന്റെ ഒരു ക്വസ്റ്റ്യൻ, പിന്നെ വരുന്നത് ലിയോവിലിസ് തിയറം വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ, പിന്നെ വരുന്നത് അധികം കാണുന്ന ക്വസ്റ്റ്യൻ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മാക്സിമം ആൻഡ് മിനിമം മോഡുലസ് കാണേണ്ട ഒരു ക്വസ്റ്റ്യൻ. അപ്പം മാക്സിമം ആൻഡ് മിനിമം മോഡുലസ് കാണേണ്ട ക്വസ്റ്റ്യൻ ആണ് അടുത്ത നമ്മൾ പറയുന്നത്. അതെങ്ങനെ ചെയ്യാനുള്ള മെത്തേഡാണ് നമ്മൾ അടുത്തായിട്ട് പറയുന്നത്. അതിന് വേണ്ടി രണ്ട് തിയറായിട്ട് പഠിക്കണം. നിങ്ങൾ അത് നിങ്ങൾ എപ്പോഴും തിയർ അപ്രോച്ച് ചെയ്യും, ആ തിയർ ഒന്ന് മര്യാദയ്ക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതെന്താണ് ആ ഒരു തിയർ പറഞ്ഞിട്ടുള്ളത്. ഡെഫിനിഷൻ ഒന്നും ബൈ ഹാർട്ട് പോലെ പഠിക്കണ്ട. ഇപ്പൊ തന്നെ നമ്മൾ ലിയോവിലിസ് തിയറം പഠിച്ചില്ലേ, ആ എഫ് ബൗണ്ടഡ് എൻഡയർ ആണെങ്കിൽ അത് കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. വേറെ എഫ് ഈസ് എ ബൗണ്ടഡ് എൻഡയർ ഫംഗ്ഷൻ ആണ് കോംപ്ലക്സ് ഫ്രീക്വൻസി അങ്ങനൊന്നും ഡെഫിനിഷൻ ബൈ ഹാർട്ട് പഠിക്കാൻ നിൽക്കരുത്. അതൊരു ബൗണ്ടഡും എൻഡയർ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്, അതുകൊണ്ട് ആ ഒരു ഫംഗ്ഷൻ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെ പഠിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് മാക്സിമം മോഡുലസ് തിയറം ആൻഡ് മിനിമം മോഡുലസ് തിയറം. രണ്ടും ഏകദേശം സെയിം ആണ്. മാക്സിമം മോഡുലസ് തിയറം മിനിമം മോഡുലസ് തിയറം അപ്രോച്ച്വലി അത് രണ്ടും സെയിം ആണ്. ഓക്കെ, മാക്സിമം മോഡുലസ് തിയറം ഇത്രയേ ഉള്ളൂ.
യു ഒരു ബൗണ്ടഡ് റീജിയൻ ഇൻ ദി കോംപ്ലക്സ് പ്ലെയിൻ. ഈ ഒരു സിയിലൊരു ബൗണ്ടഡ് റീജിയൻ ആണ് യു, and f be a non-constant function which is analytic in U, and f is a non-constant function. ഈ നോൺ കോൺസ്റ്റന്റ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. f is a non-constant function which is analytic in U, which is analytic in U, and is analytic and continuous in U closure, and continuous in U closure. U closure എന്ന് പറയുമ്പോൾ U closure എന്ന് പറയുന്നത് U യൂണിയൻ U എന്ന് പറയുന്ന റീജിയൻ. U എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത റീജിയൻ, അതിന്റെ ബൗണ്ടറി. നമ്മളിപ്പോ റീജിയൻ എടുത്തു, എന്ത് ഇതാണ് റീജിയൻ, നമ്മളൊരു ഓപ്പൺ ഡിസ്ക് എടുത്തു, അതാണ് റീജിയൻ. അതും അതിന്റെ ബൗണ്ടറിയും കൂടി വരുന്നതാണ് എന്ത് യു ക്ലോഷർ. അതിന്റെ ബൗണ്ടറിയും കൂടി വരുന്നത്. ഇപ്പൊ ഇത് യു എടുത്ത് നമ്മൾ ഉള്ളിലത്തെ സാധനം എടുത്ത് ഉള്ളിലത്തെയോ ബൗണ്ടറി ഇല്ലാത്തതാണെങ്കിൽ എടുത്തുന്നെങ്കിൽ യു ക്ലോഷർ എന്ന് പറയുന്നത് യു യൂണിയൻ ഡോ യു ആണ്. ഇത് കണ്ടിട്ട് പഠിക്കട്ടെ. യു ക്ലോഷർ എന്ന് പറയുന്നത് യു യൂണിയൻ ഡോ യു ആണ്. കണ്ടിന്യൂസ് ഇൻ യു ക്ലോഷർ. ദെൻ മോഡ് ഓഫ് അറ്റൈൻസ് ഇസ് മാക്സിമം ഓൺ ഇസ് ബൗണ്ടറി. മോഡ് ഓഫ് അറ്റൈൻസ് ഇസ് on its boundary. ബൗണ്ടറി സാധാരണയായിട്ട് ഡോ യു ആണ് സൂചിപ്പിക്കുക, ഡോ യു ഓഫ് യു. ഇതാണ് മാക്സിമം മോഡുലസ് തിയറം. എന്ന് വെച്ചാൽ നമ്മൾ ഫിഗർ വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു റീജിയൻ എടുത്തു, ഇത് വേറെ റീജിയൻ. യു ഇസ് എ ബൗണ്ടഡ് റീജിയൻ ഇൻ സി. സിയിൽ ഒരു ബൗണ്ടഡ് റീജിയൻ ആണ്. എഫ് ഇസ് എ നോൺ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ വിച്ച് ഇസ് അനാലിറ്റിക് ഇൻ യു. എഫ് എന്ന് പറയുന്നത് ഒരു നോൺ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. എഫ് ഇസ് എ നോൺ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ, കോൺസ്റ്റന്റ് അല്ലാത്ത ഫംഗ്ഷൻ, നോൺ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ വിച്ച് ഇസ് അനാലിറ്റിക് ഇൻ യു ആൻഡ് കണ്ടിന്യൂസ് ഇൻ യു ക്ലോഷർ. എഫ് യുവിൽ അനാലിറ്റിക് ആണ്, യു ക്ലോഷറിൽ കണ്ടിന്യൂസ് ആണ്. ഇനി മോഡ് എഫ് എന്ന് വെച്ചാൽ എഫിന്റെ മോഡുലസ് വാല്യൂ അതിന്റെ മാക്സിമം എന്ന് വെച്ചാൽ മാക്സിമം ഓഫ് മോഡ് എഫ് ഓഫ് സെറ്റ് അറ്റൈൻസ് ഇസ് ബൗണ്ടറിയിലായിരിക്കും. ഇപ്പം എഫ് ഓഫ് സെറ്റ് ഒരു 3 സെറ്റോ 4 സെറ്റോ അല്ല 5 സെറ്റോ +1 എന്തെങ്കിലും എടുത്തു വെച്ചാൽ ആ ഒരു ഫംഗ്ഷന്റെ മോഡുലസിന്റെ മാക്സിമം വാല്യൂ ഈ ബൗണ്ടറിയിൽ ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതാണ് മാക്സിമം മോഡുലസ് പ്രിൻസിപ്പിൾ ചുരുക്കി പറഞ്ഞാൽ. ഇപ്പൊ എഫ് ഓഫ് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മോഡുലസ് വാല്യൂ ഈ ഒരു ബൗണ്ടറിയിലെ ഏതെങ്കിലും ഒരു പോയിന്റ്സിലായിട്ട് ഉണ്ടാവുക. എഫ് ഒരു നോൺ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണെങ്കിൽ. അഥവാ ഇത് തിരിച്ചു പറയുകയാണെങ്കിൽ എഫ് അതിന്റെ മാക്സിമം വാല്യൂ ബൗണ്ടറിയിൽ അറ്റൈൻ ചെയ്യുന്നില്ലെങ്കിൽ അത് എഫ് ഒരു നോൺ കോൺസ്റ്റന്റ് അല്ല, കോൺസ്റ്റന്റ് ആയിരിക്കും. തിരിച്ചു പറയുകയാണെങ്കിൽ നെഗേഷൻ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ മോഡ് എഫ് മാക്സിമം വാല്യൂ അതിന്റെ ബൗണ്ടറിയിൽ അറ്റൈൻ ചെയ്യാണ്ട് വേറെ പുറത്തോ വേറെ എവിടെയെങ്കിലും അറ്റൈൻ ചെയ്യുന്നതെങ്കിൽ അത് ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കും. ഇതാണ് മാക്സിമം മോഡുലസ് തിയറം. ഓക്കെ, ഇനി മിനിമം മോഡുലസ് തിയറത്തിന് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതേ ഡെഫിനിഷൻ തന്നെ. യൂസ് be a bounded region in C and f is a non-constant function which is analytic in U and continuous and f is continuous. And I don't need in the okay. This theorem clear ആണോ? ഈ ഒരു maximum modulus theorem clear ആണോ? ഹലോ, ഈ ഒരു തിയറം ക്ലിയർ ആണോ? ആർക്കും ഡൗട്ട് ഉണ്ടോ ഏതെങ്കിലും? ഹലോ സാറേ, അത് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ സാറേ. ഓക്കെ, ഒന്നുമില്ല. യു ഒരു ബൗണ്ടഡ് റീജിയൻ ആണ്. ഇപ്പൊ ഒരു യു എന്ന് പറയുന്ന റീജിയൻ എടുത്തു, അതിലായി എഫ് എന്ന് പറയുന്നത് ഒരു നോൺ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്, അത് അനലിറ്റിക് ആണ്. യു എന്ന് പറയുന്ന റീജിയനിൽ അത് അനലിറ്റിക്കും ആണ്, അത് കണ്ടിന്യൂസും ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഇപ്പൊ ഒരു ഫംഗ്ഷൻ ഞാൻ എക്സാമ്പിൾ എടുത്തു. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 3z+1 ആണെങ്കിൽ അതിന്റെ മോഡുലസ് വാല്യൂ ഉണ്ടല്ലോ, മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റ്, അതിന്റെ മാക്സിമം വാല്യൂ എപ്പോഴും ഈ ഒരു ബൗണ്ടറിയിലായിരിക്കും അറ്റൈൻ ചെയ്യുക. ബൗണ്ടറിയിൽ അത് ഉള്ളിലോ പുറത്തോ അല്ല, അതിന്റെ ബൗണ്ടറിയിൽ ഏതെങ്കിലും പോയിന്റ്സിലായിരിക്കും ആ ഒരു
ഫംഗ്ഷൻ വാല്യൂവിന്റെ മാക്സിമം മോഡുലസ് അറ്റൈൻ ചെയ്യാം. ഓക്കെ, അഥവാ ഫംഗ്ഷൻ വാല്യൂ അതിന്റെ മാക്സിമം മോഡുലസ് ഉള്ളിലോ പുറത്തോ അറ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കും. ഇനി ഓക്കെ ആണോ? ഹലോ, ഓക്കെ സർ. ഓക്കെ ഓക്കെ. ഇനി ഞാൻ പറഞ്ഞു മിനിമം മോഡുലസ് ചെറിയൊരു വ്യത്യാസമുള്ളൂ. വ്യത്യാസം പറയാനൊന്നുമില്ല, നിങ്ങൾ വെറുതെ സ്റ്റേറ്റ്മെന്റിലെ ചെറിയൊരു വ്യത്യാസം. നമ്മൾ രണ്ടും ആലോചിക്കുമ്പോൾ ഏകദേശം സെയിം ആണ്. മിനിമം മോഡുലസ് തിയറം അതെ ഇതേ സ്റ്റേറ്റ്മെന്റ് തന്നെ, തുടക്കമൊക്കെ ഇത് തന്നെ. എന്റെ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഓക്കെ. If f of z not equal to 0, അതും കൂടി ഉണ്ട് അതിനോട്. If f of z not equal to 0 anywhere in U, then f of z attains its minimum value. Minimum value on its boundaries. അതേപോലെ തന്നെ നമ്മൾ ഇതെടുത്തു, അതിൽ എഫ് ഒരിക്കലും എന്ത് എഫ് ഇസ് നോൺ കോൺസ്റ്റന്റ് ആയിരിക്കും. എഫ് ഓഫ് സെറ്റ് ഒരിക്കലും സീറോ ആവാൻ പാടില്ല. എഫ് ഓഫ് സെറ്റ് സീറോ ആയാൽ നമുക്ക് മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എഫ് ഓഫ് സെറ്റ് നോട്ട് ഈക്വൽ സീറോ എനിവെയർ ഇൻ യു, എവിടെയോ സീറോ ആവാൻ പാടില്ല, യുവിൽ എവിടെയോ സീറോ ആവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ മോഡ് എഫിന്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് എന്തിലായിരിക്കും? ബൗണ്ടറി തന്നെ ആയിരിക്കും. മോഡ് എഫിന്റെ മിനിമം വാല്യൂ ഓഫ് മോഡ് എഫ് ഓഫ് സെറ്റ് അറ്റൈൻസ് ഇൻ ഓൺ ഇറ്റ്സ് ബൗണ്ടറിയിലായിരിക്കും അതിന്റെ മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുക. ഇതാണ് മിനിമം മോഡുലസ് പ്രിൻസിപ്പിൾ. നമ്മൾ ആകെ പഠിച്ചേക്കുന്നത് മാക്സിമം മോഡുലസ് പ്രിൻസിപ്പിൾ പഠിച്ചേക്കാം. അതേ സ്റ്റേറ്റ്മെന്റ് തന്നെ, ഒരേ ഒരു വ്യത്യാസം, എഫ് ഓഫ് സെറ്റ് എവിടെയും സീറോ ആവാൻ പാടില്ല, യുവിൽ എവിടെയും എഫ് ഓഫ് സെറ്റ് സീറോ ആവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അതിന്റെ മിനിമം വാല്യൂ ബൗണ്ടറി തന്നെ അറ്റൈൻ ചെയ്യും. ഓക്കെ, സെയിം ഡെഫിനിഷൻ. ഇനി അത് വെച്ച് എങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം? ഇനിയിപ്പോ ഒരു 2013 ജൂണിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതും അധികം 3 വെയിറ്റേജിന് വയ്ക്കുന്ന 3 വെയിറ്റേജ് അല്ലെങ്കിൽ വലിയ നീണ്ട ക്വസ്റ്റ്യൻ ആണെങ്കിൽ മിനിമം മാക്സിമം രണ്ടും കാണിക്കൽ ചിലപ്പോൾ 5 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി മാക്സിമം മോഡുലസ് ഓഫ് find the maximum modulus of f of z is equal to 2z plus 5y 2z plus 5y on the closed circular region defined by on the closed circular region defined by mod z less than or equal to 2. Mod z less than or equal to 2. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 2013 ജൂണിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിന്റെ മാക്സിമം മോഡുലസ് ആണ് കണ്ടുപിടിക്കുന്നത്. എന്നുവെച്ചാൽ ഈ ഒരു എഫ് ഓഫ് സെറ്റിന്റെ മാക്സിമം മോഡുലസ് ആദ്യം ഒന്നുമില്ല, എഫ് ഓഫ് സെറ്റ് എടുത്ത് ചെയ്താൽ എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു 2z plus 5y. ഇനി അതിന്റെ മാക്സിമം മോഡുലസ്, മാക്സിമം ഓഫ് മോഡ് എഫ് ഓഫ് സെറ്റ് എവിടെയാ നമുക്ക് മാക്സിമം മോഡുലസ് കണ്ടുപിടിക്കുന്നത്? ഏത് റീജിയൻ? മോഡ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അതിന്റെ നമ്മളിപ്പോൾ പഠിച്ച തിയറം പ്രകാരം അതെവിടെ? ഇപ്പൊ ഒരു ക്ലോസ്ഡ് യൂണിറ്റ് സർക്കുലർ ഡിസ്ക് ആണ്, 2 റേഡിയസ് വരുന്ന ഒരു ക്ലോസ്ഡ് സർക്കുലർ ഡിസ്ക്, 2 റേഡിയസ് വരുന്നത്. അപ്പം അതിന്റെ മാക്സിമം മോഡുലസ് ഇതിന്റെ ഉള്ളിലൊക്കെ പോയിട്ടുണ്ട്. അതിന്റെ മാക്സിമം മോഡുലസ് എവിടെ അറ്റൈൻ ചെയ്യും നമ്മൾ പറഞ്ഞത്? ഹലോ, ഇത് കോൺസ്റ്റന്റ് അല്ല, 2z plus 5y. അപ്പൊ അതിന്റെ മാക്സിമം മോഡുലസ് എവിടെ അറ്റൈൻ ചെയ്യുന്ന പറഞ്ഞത്? ഇപ്പോ ഈ തിയറം. ഹലോ, ബൗണ്ടറി. അതിന്റെ ബൗണ്ടറിയിൽ അറ്റൈൻ ചെയ്യും. ബൗണ്ടറി എങ്ങനെയാ? മോഡ് സെറ്റ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ ഈ ഒരു സർക്കിൾ അല്ലേ ബൗണ്ടറി. അപ്പൊ ഈ മാക്സിമം മോഡുലസ് കണ്ടുപിടിക്കും. മാക്സിമം ഓഫ് മോഡ് എഫ് ഓഫ് സെറ്റ് such that mod z is equal to 2. ഓക്കെ, ഇത്ര എഴുതുക. ഇതിന് ശേഷം അപ്പം ഇതിന്റെ വാല്യൂ, മോഡ് എഫ് ഓഫ് സെറ്റിന്റെ വാല്യൂ ഓൺ എവിടെ? മോഡ് സെറ്റ് ബൗണ്ടറിയിൽ മോഡ് എഫ് ഓഫ് സെറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. മോഡ് എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു 2z plus 5y ന്റെ മോഡുലസ്. ഇത് 2 തരത്തിൽ കണ്ടുപിടിക്കാം.
ഞങ്ങൾക്ക് രണ്ട് തരത്തിൽ പറയാം. ആദ്യത്തെ തരത്തിൽ കറക്റ്റ് എന്താ പറയുക, ഒരിക്കലും നിങ്ങൾക്ക് എന്താ പറയുക കറക്റ്റ് മെത്തേഡാണ് ആദ്യത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യതയുള്ള രണ്ടാമത്തെ മെത്തേഡ്. അപ്പൊ ആദ്യത്തെ മെത്തേഡ് എന്നാണ്, ആദ്യത്തെ മെത്തേഡ് ഫിഗർ വെച്ചിട്ടുള്ള മെത്തേഡാണ്. ഓക്കെ, ഇത് മോഡ് സെറ്റ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ റീജിയൻ. അപ്പം നമുക്ക് ഇവിടെ 2z പ്ലസ് 5y ആണ്. അപ്പം z ലൈസ് ഓൺ 1 റേഡിയസ്, സോറി z ലൈസ് ഓൺ 2 റേഡിയസ്. മോഡ് സെറ്റ് ഇസ് ഈക്വൽ 2 അല്ലേ? അപ്പൊ സെറ്റ് ഏത് സെറ്റ് എടുത്തു കഴിഞ്ഞാലും അത് ഈ ഒരു 2 റേഡിയസ് സർക്കിളിന്റെ ഇതിലല്ലേ വരിക. സെറ്റ് ലൈസ് ഓൺ 2 റേഡിയസ് സർക്കിള്. അങ്ങനെയാണെങ്കിൽ 2z ലൈസ് ഓൺ 4 റേഡിയസ് സർക്കിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് വേണ്ടത് ഇവിടെ 2z ആണ്. അപ്പൊ നമ്മൾ ആദ്യം സെറ്റ് എവിടെ ലൈ ചെയ്യുന്നു നോക്കാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നടക്കണം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് സെറ്റ് എവിടെ ലൈ ചെയ്യുന്നു നോക്കാം. സെറ്റ് എപ്പോഴും എന്ത് ഈ ഒരു 2 റേഡിയസ് സർക്കിളിലായിരിക്കും സെറ്റ്. മോഡ് സെറ്റ് 2 അല്ലേ? അപ്പം 2 റേഡിയസ് സർക്കിളിലായിരിക്കും ഇങ്ങനെ സെറ്റ് ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് വേണ്ട ടേം ഏതാ നോക്കുക. വേണ്ട ടേം 2z ആണ്. അപ്പൊ 2z എത്ര റേഡിയസ് സർക്കിൾ ലൈ ചെയ്യുക? 4 റേഡിയസ് സർക്കിൾ ലൈ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് വേണ്ടത് 2 റേഡിയസ് സർക്കിൾ അല്ല, നമ്മളൊന്ന് അടുത്ത ഫിഗറിൽ നമ്മൾ 4 റേഡിയസ് സർക്കിൾ ആക്കാം. 4 റേഡിയസ് വലിയൊരു സർക്കിൾ, ഇതിനേക്കാളും വലിയ 4 റേഡിയസ് ആണ്, അതിനേക്കാളും വലുത്. മോഡ് സെറ്റ് 4. മോഡ് സെറ്റ് വേണ്ട, നിങ്ങൾ റേഡിയസ് മാത്രം അടയാളപ്പെടുത്തിക്കുക. മോഡ് സെറ്റ് നിങ്ങൾക്ക് ഡൗട്ട് അടിക്കും. റേഡിയസ് 4 റേഡിയസ് സർക്കിള്. ഇപ്പൊ 2z ലൈസ് ഓൺ 4 റേഡിയസ് സർക്കിൾ. ശരി, ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇതിന്റെ ബൗണ്ടറി പോയിന്റ്സ് ഒക്കെ അടയാളപ്പെടുത്തുക. ഇത് ഐ വെച്ച് അടയാളപ്പെടുത്തണം. 4i എന്ന് പറഞ്ഞ പോയിന്റിൽ ഇത് വരുന്നത് -4i, ഇത് വരുന്നത് 4, ഇത് വരുന്നത് -4. ഇത്തിരി അടയാളപ്പെടുത്തിക്കുക. ഇനി അടുത്തത് ഇവിടത്തേക്ക് വരിക. നമ്മളെപ്പോഴും മോഡ് 2z മൈനസ്, നമ്മളെപ്പോഴും സെറ്റ് മൈനസ് എ എന്നുള്ള ഫോമിലേക്ക് ഇത് മാറ്റിയതാണ്. ഒരു സെറ്റ് 2z ആക്കി ഇതിനെ മാറ്റിയത്. 2z മൈനസ് -5y എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2z പ്ലസ് 5y കിട്ടാം. ഈ ഒരു ഫോമിലേക്ക് ഇതിനെ മാറ്റിയേക്കാം. അപ്പൊ 2z മൈനസ് -5y. അപ്പൊ മാക്സിമം മോഡ്ലെസ്, ഈ മാക്സിമം മോഡ്ലെസ് എന്ന് പറയുന്നത് ഇത് മോഡ് എഫ് ഓഫ് സെറ്റ് ആണ്. മാക്സിമം മോഡ്ലെസ് ഓഫ് എഫ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത് മാക്സിമം ഡിസ്റ്റൻസ് ഫ്രം എവിടെ? ഈ -5yയിലേക്കുള്ള -5yയിലേക്ക് ഇതിന്റെ ബൗണ്ടറി എന്നുള്ള മാക്സിമം ഡിസ്റ്റൻസ്. ബൗണ്ടറി പോയിന്റ്സ് ഏതൊക്കെയാണ്? 4i. ഇങ്ങനെ എന്തായാലും വരില്ല മാക്സിമം. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് മാക്സിമം വരിക സാധാരണ. ഓക്കെ, ഈ ഒരു ആക്സിസിലെ ഡിസ്റ്റൻസ് ആണ് മാക്സിമം വരിക. അപ്പം -5yയിലേക്ക് ഇതിന്റെ ബൗണ്ടറിയിൽ ഏതെങ്കിലും പോയിന്റ്സ് എന്നുള്ള മാക്സിമം ഡിസ്റ്റൻസ്. അപ്പൊ നമുക്കുള്ള ബൗണ്ടറി പോയിന്റ്സ് ഏതൊക്കെയാണ്? 4iയും -4iയും. ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? -4iയും 4iയും തമ്മിൽ ഒരു ഡിസ്റ്റൻസേ ഉള്ളൂ. അതുപോലെ 4iയും -5yയും തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? 4iയും -5യും. 4i ഇവിടുത്തെ വരെ തന്നെ എത്ര വന്നു? ഇവിടുത്തെ വരെ 4 വന്നു, ഇവിടുത്തെ വരെ 8 വന്നു, ഇവിടുത്തെ വരെ 9 ഡിസ്റ്റൻസ് വരും. അപ്പൊ മാക്സിമം ഡിസ്റ്റൻസ് പറയുന്നത് 9 ആണ്. മാക്സിമം മോഡ് എഫ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത് 9 ആണ്. ഒന്നുമില്ല, 4iന് -5yയിലേക്കുള്ള മാക്സിമം ഡിസ്റ്റൻസ്, അതായിരിക്കും മാക്സിമം. ഓക്കെ, ഓക്കെ ആണോ? ഹലോ, ഓക്കെ ആണ് സർ. ഓക്കെ. ഇനി നമ്മൾ രണ്ടാമത്തെ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തായിരുന്നാണ് ഞാൻ പറയുക. കാരണം അടുത്ത മെത്തേഡ് നിങ്ങൾക്ക് തെറ്റാനുള്ള എല്ലാവിധ ചാൻസും. നമ്മൾ സാധാരണ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ചെയ്യുമ്പോൾ മാത്രമേ രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് വരുന്നത് ഇത് ഫിഗർ വെച്ചിട്ട് ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. അതുപോലെ തന്നെ രണ്ടാമത്തെ മെത്തേഡ് മാക്സിമം മോഡ്ലെസ് അല്ല നമുക്ക് കണ്ടുപിടിക്കുന്നത്. മാക്സിമം മോഡ് എഫ് ഓഫ് സെറ്റ് മോഡ് സെറ്റ് ഇസ് ഈക്വൽ ടു 2.
that's equal to mod 2z plus 5y mod z is equal to 2. Okay. ഒന്നുമില്ല, that's less than or equal to maximum of 2 പുറത്തെടുക്കാം mod z plus mod 5y and less than or equal to ഇതിന്റെ മാക്സിമം വാല്യൂ എന്ത് മോഡ് സെറ്റിന്റെ മാക്സിമം മോഡ് സെറ്റ് എന്ന് പറയുന്നത് എന്താണ് 2 ആണ്. അപ്പൊ 2 × 2 പ്ലസ് മോഡ് 5 എന്ന് പറയുന്നത് 5 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 9. 4 + 5 എന്ത് കിട്ടും? 4 + 5 ദാറ്റ്സ് ഈക്വൽ ടു 9 എന്ന് കിട്ടും. പക്ഷേ ഇത് വരുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആണ്. അപ്പം അതിൽ ഏതെങ്കിലും പോയിന്റിൽ ഈ ഒരു ഫംഗ്ഷൻ വാല്യൂ 9 എന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് എന്ത് പറയാം? അതിന്റെ മാക്സിമം വാല്യൂ 9 എന്ന് പറയും. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആണ്. മാക്സിമം ബൗണ്ടേ 9 എന്ന് പറയാൻ പറ്റും. ഇത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ബൗണ്ടേ 9 എന്ന് പറയാൻ പറ്റും. ഇനി അത് ഏതെങ്കിലും പോയിന്റ് 9 ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് നോക്കാം ഏതാണ് പോയിന്റ് 9 ഉണ്ടാകുന്നത്. അപ്പൊ 2y എടുക്കുക. അപ്പൊ 2y എടുക്കുമ്പോൾ എന്താ കിട്ടുക? 2 × മോഡാണ്, സോറി 2 × 2y + 5y എന്ത് കിട്ടി? മോഡ് 9 ദാറ്റ്സ് ഈക്വൽ ടു 9 വരും. അപ്പൊ മോഡ്ലെസ് വാല്യൂ എന്ത് വരുന്നുണ്ട്? ഒരു ഫംഗ്ഷന്റെ വാല്യൂ എന്ത് വരുന്നുണ്ട്? 9 വരുന്നുണ്ട്. അപ്പം അത് മാക്സിമം ബൗണ്ട് 9 വരുന്നുണ്ട്. ഒരു ഫംഗ്ഷന്റെ വാല്യൂ 9 വരുന്നതുകൊണ്ട് തന്നെ അതിന്റെ മാക്സിമം വാല്യൂ എന്ത് വരും? 9 വരും. ഞാൻ ഒരിക്കലും ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യില്ല. കാരണം നിങ്ങൾക്ക് ആൻസർ ശരിയാന്ന് നോക്കുമ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. പക്ഷെങ്കിൽ ഈ ഒരു മെത്തേഡ് ഞങ്ങൾ ടെസ്റ്റിൽ ഫോളോ ചെയ്തത് മറ്റേ മെത്തേഡാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. കൺസിഡർ f of z is equal to കൺസിഡർ f of z 2020 ജൂണിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. f of z is equal to e raised to z. Verify maximum and minimum theorem for maximum and minimum theorem for e raised to z on mod z less than or equal to 1. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് അടുത്ത ക്വസ്റ്റ്യൻ 2020 ജൂണിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പൊ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായിട്ടുണ്ടാവല്ലോ. അപ്പൊ മോഡ് സെറ്റ് ലെസ് ആൻ ഓർ ഈക്വൽ ടു 1 ഇ റൈസ് ടു സെറ്റിന്റെ മാക്സിമം മിനിമം വാല്യൂ കണ്ടുപിടിക്കാനാണ് ശരിക്കും പറഞ്ഞാൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. വെരിഫൈ ചെയ്യാനാണ്. അപ്പം വാല്യൂ കണ്ടുപിടിക്കണം. അതേത് പോയിന്റിൽ അതിന്റെ മാക്സിമം വാല്യൂ വരുന്നതെന്ന് കണ്ടുപിടിക്കണം. അതിനാണ് നമുക്ക് എന്താ മാക്സിമം ആൻഡ് മിനിമം തിയറം വെരിഫൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മാക്സിമം വാല്യൂ ഏതാ വരുമെന്ന് നോക്കണം. അതിന്റെ മാക്സിമം മിനിമം വാല്യൂ ഏത് പോയിന്റിൽ അറ്റൈൻ ചെയ്തെന്ന് നോക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം മാക്സിമം അതിന്റെ ഫിഗർ ഇവിടെ സൈഡിൽ വെച്ചേക്കുക. മോഡ് സെറ്റ് ഫിഗർ 1 ആണ് അതിന്റെ എന്ത് ഇത് വരുന്നത്, ഫിഗർ വരുന്നത്. മോഡ് സെറ്റ് ഫിഗർ 1 സോറി ലെസ് ആണ്, ഡിസ്ക് ആണ്. മോഡ് സെറ്റ് ലെസ് ആണ്. അപ്പൊ നമുക്ക് മാക്സിമം കൺസിഡർ ചെയ്യാം. മാക്സിമം വാല്യൂ ഒക്കേഴ്സ് ഇൻ ദി ബൗണ്ടറി ഓഫ് ആർ. ഈ ഒരു ആറിന്റെ മാക്സിമം വാല്യൂ ഇതിന്റെ ബൗണ്ടറി ഇല്ല നമ്മൾ പറഞ്ഞത്. ബൗണ്ടറിയിലാണ് മാക്സിമം വാല്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോഡ് f of z കണ്ടുപിടിക്കാം. മോഡ് e raised to z കണ്ടുപിടിക്കണം. മോഡ് e raised to z ഒന്നുമില്ല, നമ്മളിത് കുറെ പ്രാവശ്യം കണ്ടുപിടിച്ചാണ്. മോഡ് e raised to x into e raised to iy that's equal to mod e raised to x into mod e raised to iy that's equal to mod e raised to x. ഓക്കെ, മോഡുലസ് വേണ്ട ആവശ്യമില്ല. That's equal to e raised to real part of z. ഇതാണ് മോഡ് e raised to മോഡ് f of z നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി അടുത്തത് ഇതിന്റെ മാക്സിമം വാല്യൂ എവിടെ അറ്റൈൻ ചെയ്യുന്ന പറഞ്ഞു. അപ്പൊ e raised to x ആണ് ഇവിടെ പ്രാധാന്യം. e raised to x ആണ് ഇവിടെ ബാക്കിയുള്ളത്. അപ്പം e raised to x. അപ്പൊ e raised to x ന്റെ ഗ്രാഫ് എങ്ങനെ വരുന്നു? e raised to x ന്റെ ഗ്രാഫ് എന്താണ്? ഇങ്ങനെ പോയി ഇങ്ങനെ ഈ ഒരു 1 0 1 ബാക്കി ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഗ്രാഫാണ് എന്ത്
ഇ റേസ് എക്സ് എന്ന് പറഞ്ഞ ഒരു ഗ്രാഫ്. ഓക്കെ, ഇ റേസ് എക്സ് ഒരു ഇൻക്രീസിങ്, ഇ റേസ് എക്സ് ഇൻക്രീസിങ് ഫംഗ്ഷൻ. അപ്പം ഇതിന്റെ എന്ത് വണ്ണിലാണ് ഇതിന്റെ മാക്സിമം വാല്യൂ വരുന്നത്. ഓക്കെ, വണ്ണിലാണ് ഇതിന്റെ മാക്സിമം വാല്യൂ വരുന്നത്. നമുക്ക് വണ്ണിലാണ് ഇതിന്റെ മാക്സിമം വാല്യൂ. ഇങ്ങനെ പോയി ഇതിൽ ടച്ച് ചെയ്യുന്നതിൽ പിന്നെ ഇൻക്രീസ് ചെയ്ത് പോവാണ്. ഈ ഒരു സർക്കിൾ ഇൻക്രീസ് ചെയ്ത് പോവാണ്. അപ്പൊ ഇതിന്റെ വാല്യൂ വരുന്നത് ബൗണ്ടറിയിൽ എന്തിനാണ്, വണ്ണിലാണ് ഇതിന്റെ വാല്യൂ വരുന്നത്, മാക്സിമം വാല്യൂ. അപ്പൊ എക്സ് ഈക്വൽ ടു വണ്ണിലാണ് ഇതിന്റെ മാക്സിമം വാല്യൂ വരുന്നത്. ഈ ഒരു സോറി മോഡ് എഫ് ഓഫ് സെറ്റിന്റെ മാക്സിമം വാല്യൂ വരുന്നത് എക്സ് ഈക്വൽ ടു വണ്ണിലാണ്. ദാറ്റ്സ് ഈക്വൽ ടു maximum mod of f of x set, that's equal to ഈ x equal to 1 അല്ലെങ്കിൽ z equal to 1, x equal to 1 എന്ന് പറയുമ്പോൾ z is equal to 1 ആയിരിക്കും. അപ്പൊ e raised to 1 ഈ ആണ് അതിന്റെ മാക്സിമം വാല്യൂ വരിക. നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ ഒരു ഫംഗ്ഷൻ കണ്ടുപിടിക്കുക, മോഡ്സ്. അപ്പൊ ആ ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് എടുക്കുക. ആ ഒരു ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ വരിക എന്ത്, ഈ ഒരു വണ്ണിലാണ് മാക്സിമം വാല്യൂ വരിക. വണ്ണിൽ ഈ ഒരു വണ്ണിലല്ല, വണ്ണിലാണ് മാക്സിമം വാല്യൂ വരിക. അതുകൊണ്ട് തന്നെ maximum value attains at x equal to 1, set is equal to 1. Therefore maximum value എന്ന് പറയുന്നത് e ആയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഇനി മിനിമം വാല്യൂ കണ്ടുപിടിക്കണം. മിനിമം വാല്യൂ എവിടെ വരും? ഒന്നുമില്ല, e എന്ന് പറയുന്നത് ഏകദേശം 2.71 ഉണ്ടാവും. അപ്പം ഈ ഒരു ബൗണ്ടറിയിലുള്ള പോയിന്റ്സ് ഏതൊക്കെ ആദ്യം പറഞ്ഞു, ബൗണ്ടറിയിലെ പോയിന്റ്സ് അറിയപ്പെടുന്നത് 1 -1 ഓക്കെ. അപ്പൊ ഇതിലേത് മിനിമം വാല്യൂ വരിക? മിനിമം വാല്യൂ വരിക വേറെ എവിടെയും പോയിന്റ്സ് ഇല്ല. വണ്ണിൽ നമുക്ക് മാക്സിമം വാല്യൂ അറ്റൻഡ് ചെയ്തു. മിനിമം വാല്യൂ ഒരിക്കലും 0 അറ്റൻഡ് ചെയ്യില്ല. ഇറേഷൻ 0 1 ആണ്. ഓക്കെ, മിനിമം വാല്യൂ ഒരിക്കലും 0 അറ്റൻഡ് ചെയ്യില്ല. അപ്പം വേറെ -1 വേറെ പോയിന്റ്. ഇറേഷൻ -1 ആയിരിക്കും ഇതിന്റെ മിനിമം വാല്യൂ. മോഡ് എഫ് ഓഫ് സെറ്റിന്റെ മിനിമം വാല്യൂ ഏതായിരിക്കും? ഇറേഷൻ -1 ആയിരിക്കും. അത് അറ്റൻഡ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് -1 ആണ്. ഓക്കെ, ഒന്നുമില്ല, ഗ്രാഫ് വെച്ചിട്ട് ആ ഒരു ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ അതിന്റെ മാക്സിമം വാല്യൂ അറ്റൻഡ് ചെയ്യുന്നത്, ഈ എക്സിന്റെ മാക്സിമം വാല്യൂ അറ്റൻഡ് ചെയ്യുന്നത് ആ ഒരു 1 എന്ന് പറഞ്ഞ പോയിന്റിലായിരിക്കും. മിനിമം വാല്യൂ അറ്റൻഡ് ചെയ്യുന്നത് -1 എന്ന് പറഞ്ഞ പോയിന്റിലായിരിക്കും. അത്ര ആലോചിച്ചാൽ നിങ്ങൾ വേറെ ഒന്ന് ഫിഗർ വെച്ചിട്ട് ചിന്തിക്കാൻ ഈ എക്സ് എന്ന് പറഞ്ഞ ഒരു ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ അതിന്റെ മാക്സിമം വാല്യൂ എവിടെയാണ്? 1ലാണ് അറ്റൻഡ് ചെയ്യുക. 1 റിയൽ ലൈനിലെ 1 നോക്കുക. റിയൽ ലൈനിലെ 1 ആ ഒരു 1ലാണ് മാക്സിമം വാല്യൂ അറ്റൻഡ് ചെയ്യുക ഇതിന്റെ എക്സിന്റെ. അതിന്റെ മിനിമം വാല്യൂ ഇങ്ങനെ കൂടിക്കൂടി വരില്ല. അപ്പൊ ഇതിന്റെ മിനിമം വാല്യൂ ഏത് പോയിന്റ് വരുന്നത്? -1. മാക്സിമം വാല്യൂ ഏത് പോയിന്റ് ആണെന്നത്? 1. ഓക്കെ, ക്ലിയർ ആണോ? ഹലോ, ക്ലിയർ അല്ലേ? ഹലോ, ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ഹലോ, ഓക്കെ, ഗ്രീഷ്മ ഹലോ. അല്ല ഓക്കെ എന്ന് പറഞ്ഞു, സാർ ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഒരു സെക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം. ഈ ഒരു സെക്ഷന്റെ ഫുൾ നോട്ട് നാളെയോ മറ്റന്നാളോ ആയിട്ട് ഞാൻ സെൻഡ് ചെയ്ത് തരാം. അതിലെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് അതെല്ലാം വർക്ക്ഔട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു സെക്ഷൻ ആ ഒരു സെക്ഷനിൽ പ്രോബ്ലം ഇനി വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അടുത്ത ഒരു സീരീസ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനിലേക്ക് പോകാം. സീരീസ് പറഞ്ഞ സെക്ഷൻ. ഓക്കെ, സീരീസ്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് 3 കോൺസെപ്റ്റ്സ് ആണ്. ടൈലർ സീരീസ്, രണ്ട് ലോറൻസ് സീരീസ്, 3 റേഡിയസ് ഓഫ് കൺവേർജൻസ്. സാധാരണയായിട്ട് നിങ്ങൾക്ക് ഈ 2 സെക്ഷനാണ് എല്ലാ ക്വസ്റ്റിനും വരാറ്. ഷുവർ ക്വസ്റ്റൻ ആണ്. ലോറൻസ് സീരീസ് റേഡിയസ് ഓഫ് കൺവേർജൻസ് ഷുവർ ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്ക് ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ
ഇല്ല, ഇതുവരെ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ലോറൻസ് സീരീസ്, റേഡിയസ് ഓഫ് കൺവേർജൻസ്, ഈ രണ്ട് സെക്ഷനിലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ടൈലർ സീരീസ് വെറും ഡെഫിനിഷൻ മാത്രം പഠിച്ചേക്കുക. ലോറൻസ് സീരീസ് ഡെഫിനിഷനും അതിന്റെ പ്രോബ്ലം എങ്ങനെ വരുന്നതെന്നും കൂടി പഠിച്ചേക്കുക, എങ്ങനെ ചെയ്യേണ്ടതെന്നും കൂടി പഠിച്ചേക്കുക. റേഡിയസ് ഓഫ് കൺവേർജൻസ് വേറെ തന്നെ പഠിക്കാം നമുക്ക്, റേഡിയസ് ഓഫ് കൺവേർജൻസ്. ഓക്കെ, അപ്പൊ ആദ്യമല്ലോ ടൈലർ സീരീസ്. ടൈലർ സീരീസിന് ചില ക്വസ്റ്റ്യൻ ചോദിച്ചില്ല, പക്ഷെ അഥവാ ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു സീരീസ് എങ്ങനെ എഴുതേണ്ടതെങ്കിലും ഡെഫിനിഷൻ എങ്ങനെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് മാർക്ക് കിട്ടും. ഒരു എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് എ ഫംഗ്ഷൻ എഫ് ഇസ് അനാലിറ്റിക്, f is analytic throughout the disk mod set minus set naught less than r, mod set minus set naught less than r naught with the center set naught and radius r naught. Then f of z has a power series representation. Then f of z has നമ്മൾ സാധാരണ പവർ സീരീസ് എന്ന് പറയാം, has a power series representation. ഒരു പവർ സീരീസ് റെപ്രസെന്റേഷൻ, ഈ ഒരു പവർ സീരീസ് റെപ്രസെന്റേഷൻ ഫുൾ ആയിട്ട് ഈ ഒരു പവർ സീരീസ് റെപ്രസെന്റേഷൻ യൂസ് ചെയ്യാം. f of z is equal to summation n equal to 0 to infinity an into z minus z naught all raised to n. ഇതാണ് ഒരു പവർ സീരീസ് റെപ്രസെന്റേഷൻ. f of z is equal to summation n equal to 0 to infinity an into z minus z naught all raised to n. അവിടെ വരുന്ന an, where an is equal to fn raised to z naught divided by n factorial. n is equal to 0, 1, 2, 3, etc. n is 0, 1, 2, 3, etc. ആണ് fn of z naught divided by n factorial. ഓക്കെ, ഇതാണ് എന്ത് ടൈലർ സീരീസ് റെപ്രസെന്റേഷൻ. ഇത്ര എഴുതി കഴിഞ്ഞാൽ ടൈലർ സീരീസ് അഥവാ ഡെഫിനിഷൻ ചോദിച്ചാൽ, ടൈലർ സീരീസിന്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ ഇത് എഴുതിയാൽ മതി. f of z is equal to summation n equal to 1 to infinity an z minus z naught all raised to n. an എന്ന് പറയുന്നത് n ആണ് ഇമ്പോർട്ടന്റ്. n is equal to fn of z naught divided by n factorial. ഓക്കെ, ഇനി നമ്മൾ ഇത് എവിടെ കൺവേർജന്റ്, ഇത് സീരീസ് കൺവേർജൻസ് ടു f of z. ഈ ഒരു സീരീസ് ഈ ഒരു f of z ലേക്ക് എപ്പോഴാണ് കൺവേർട്ട് ചെയ്യുന്നത്? ഈ ഒരു സീരീസ് നമ്മളിപ്പോ ഈ സീരീസ് എഴുതി ആ ഒരു സീരീസ് നമ്മൾ അവിടുത്തെ കൺവേർട്ട് ചെയ്യുക. സെറ്റ് ലൈസ് ഇൻസൈഡ് ദി ഡിസ്ക്. ഇപ്പൊ നമ്മൾ ഡിസ്ക് എടുത്തില്ലേ, ആ ഒരു ഡിസ്കിന്റെ ഇൻസൈഡ് ആയിരിക്കണം സെറ്റ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഒരു സീരീസ് എഫിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇനി ഒരു സീരീസ് കൊണ്ടുണ്ട്. ടൈലർ സീരീസ് തന്നെ നമുക്ക് പഠിക്കേണ്ടതാണ് മാക്ലോറിൻ സീരീസ്. മാക്ലോറിൻ സീരീസ് ടൈലർ സീരീസിന് ചെറിയൊരു മാറ്റം വരും. മാക്ലോറിൻ സീരീസിന് ഒന്നുമില്ല, ഈ ഒരു സെറ്റ് നോട്ട് 0 ആയിരിക്കും. സെറ്റ് നോട്ട് 0 ആയി കഴിഞ്ഞാൽ f of z എങ്ങനെ വരും? സെറ്റ് നോട്ട് 0 ആയി കഴിഞ്ഞാൽ സമ്മേഷൻ അതിനൊന്നും മാറ്റില്ല, ഇന്റഗ്രൽ 0 to infinity an z raised to n. ഇതാണ് എന്ത് മാക്ലോറിൻ സീരീസ്. ഓക്കെ, അതിൽ an എന്താ വരിക? an ആ ഒരു സെറ്റ് നോട്ട് എന്ത് വരും? 0 വരും. fn of 0 divided by n factorial. ഇതാണ് എന്ത് മാക്ലോറിൻ സീരീസ്. ഓക്കെ, നമ്മൾ രണ്ട് സീരീസ് പഠിച്ചു. ഏതൊക്കെ? ടൈലർ സീരീസും ആ ടൈലർ സീരീസ് സെറ്റ് നോട്ട് 0 എന്ന സീരീസ്, മാക്ലോറിൻ സീരീസ്. ഓക്കെ അല്ലേ? ടൈലർ സീരീസ് ഓക്കെ അല്ലേ? ഓക്കെ, അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടായിരുന്നു. കാരണം ഇത് പറഞ്ഞു സർ എം തുടങ്ങുന്ന ആ സീരീസിനകത്തെ സമ്മേഷൻ n is equal to 0 to infinity z naught into z raised to n എന്നാണോ എഴുതിയേക്കുന്നത്? അതിനൊന്നും മാറ്റില്ല. an into z raised to n. ഈ സെറ്റ് നോട്ട് 0 ആയിരിക്കും. ഇത്ര ആലോചിച്ചാൽ മതി. നമ്മൾ ആദ്യം ടൈലർ സീരീസ് പഠിക്കുക, അതിൽ സെറ്റ് നോട്ട് 0 ആണ് എടുക്കുക. അതാണ് എന്ത് മാക്ലോറിൻ സീരീസ്. സെറ്റ് നോട്ട് 0 എടുക്കുക, അതാണ് മാക്ലോറിൻ സീരീസ്. ഓക്കെ ആണോ ഗ്രീഷ്മ? ക്ലിയർ ആയി സർ.
ഓക്കെ, ഇനി അടുത്തത് ലോറൻസ് സീരീസ്. അപ്പൊ ലോറൻസ് സീരീസ് ഞാൻ പറഞ്ഞു, ലോറൻസ് സീരീസ് ആണ് ഇമ്പോർട്ടന്റ്. അതിൽ നിന്നാണ് സാധാരണ ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറ്. ലോറൻസ് സീരീസ്, ഓക്കെ, ഇതും എഫ് അനാലിറ്റിക് ത്രൂ ഔട്ട് എഫ് ഇസ് ഇവിടെ വരുന്ന ശ്രദ്ധിക്കണം. നമ്മൾ ഇത്ര ഞാൻ പഠിച്ചു ഡിസ്ക്, സർക്കുലർ റീജിയൻ. ഇവിടെ വരുന്നത് അനുലാർ ഡൊമൈൻ ആണ്. അനുലാർ ഡൊമൈൻ എന്ന് പറഞ്ഞിട്ട് പഠിക്കണം, നിങ്ങൾ പഠിച്ചു തന്നെയാണ്. അനലസ് പഠിച്ചില്ലേ, അതാണ് അനുലാർ ഡൊമൈൻ. അനുലാർ ഡൊമൈൻ എന്താ വരുന്നത്? R1 ലെസ് ദാൻ മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ലെസ് ദാൻ R2. ഈ ഒരു റീജിയനിലാണ് നമ്മൾ സാധാരണ ലോറൻസ് സീരീസ് പറയാ. R1 ലെസ് ദാൻ മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ലെസ് ദാൻ R2. സെന്റേർഡ് അറ്റ് സെറ്റ് നോട്ട് ഉണ്ട്. സി ഇസ് എ പോസിറ്റീവ്ലി ഓറിയന്റഡ്, ഇങ്ങനെയുള്ള ഒരു റീജിയൻ. അവിടെ സി ഇസ് എ പോസിറ്റീവ്ലി ഓറിയന്റഡ്, C is a positively oriented simple closed contour around set note. Simple closed contour around set note. See a positively oriented simple closed contour around set note and lies in that domain. And അത് എവിടെ ലൈ ചെയ്യും? ഈ ഒരു ഡൊമൈൻ R1 ലെസ് ദാൻ മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ലെസ് ദാൻ R2 അത് ലൈ ചെയ്യും. Then at each point in the domain, at each point in the domain has a power series representation. As a power series, ആ ഒരു പവർ സീരീസ് എങ്ങനെ ഇടുക ഞാൻ പറഞ്ഞതാ. ഈ ഒരു ഡെഫിനിഷൻ കണ്ടുപിടിക്കണം. ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു രണ്ട് എൻഡ് എടുത്തു, ഒരു അനലസ് എടുത്തു. അതിന്റെ ഒന്നിന്റെ റേഡിയസ് R1, രണ്ടാമത്തെ റേഡിയസ് R2. അതിന്റെ ഉള്ളിലൊരു എന്ത് വരും? അതിന്റെ ഉള്ളിലില്ല, ഇങ്ങനെ റീജിയൻ എടുത്തു. അതിനെ കണ്ടുകഴിഞ്ഞിട്ടൊരു എന്ത് വരും? ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ വരും. സി എന്ന് പറഞ്ഞൊരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ വരും. അതിന്റെ ഉള്ളിൽ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിനൊരു പവർ സീരീസ് റെപ്രസെന്റേഷൻ ഉണ്ടാവും. ആ ഒരു പവർ സീരീസ് റെപ്രസെന്റേഷൻ ആണ് നമ്മൾ പറയുന്നത് എഫ് ഓഫ് സെറ്റ് ഈസ് ഈക്വൽ ടു summation n equal to 0 to infinity an set minus set naught to all raised to n plus. ശരിയാണ്, നമ്മൾ ടൈലർ സീരീസ് പഠിച്ചത്. ഇതിന്റെ കൂടെ ഒരു സാധനം കൂടി വരും, സമ്മേഷൻ n equal to 1 to infinity, summation n equal to 1 to infinity bn divided by set minus set naught all raised to n. ഇതാണ് എന്ത് ലോറൻസ് സീരീസ് എന്ന് പറയുന്നത്. ഈ ഒരു സീരീസിന് ഇതിൽ എ എന്നും ബി എന്നും എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതില് എ എന്ന് വരുന്നത് an is equal to 1/2. നിങ്ങൾ പഠിച്ച ഇക്വേഷൻ വെച്ചിട്ടാണ് എ എന്ന് വരുന്നത്. 2πi ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ഡിവൈഡ് ബൈ set minus set naught all raised to n plus 1 dz. Okay, 1/2πi integral f of z divided by set minus set naught all raised to n plus 1 dz. ഇത് മാറിപ്പോറും. ഇത് ചില ഇക്വേഷൻസ് ആയിട്ട് നല്ല ബന്ധമുള്ള ഒരു ഇക്വേഷൻ ആണ്. പക്ഷെ ഇവിടെ ആടെയും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, അതെപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, 1/2πi integral f of z divided by set minus set naught ആണ് an. ഇനി bn 1/2πi integral over c f of z divided by set minus set naught into minus n plus 1 dz. minus n plus 1 dz. ഓക്കെ, ഇതാണ് എ എൻ ബി എൻ. ഇങ്ങനെയുള്ള ഒരു സീരീസിനെയാണ് നമ്മൾ എന്താ പറയാ? ലോറൻസ് സീരീസ് എന്ന് പറയാം. ഇങ്ങനെയുള്ള ഒരു സീരീസിനെയാണ് എന്ത്? ലോറൻസ് സീരീസ് പറയാം. ഓക്കെ, ക്ലിയർ ആണ് ലോറൻസ് സീരീസ്? ഏതെങ്കിലും ഭാഗത്ത് കാണാതെ ആയിട്ടുണ്ട് നിങ്ങൾക്ക്?
ഹലോ, ഇത്തിരി ഓക്കെ ആണോ? ഹലോ, ഓക്കെ ആണ് സർ. ഓക്കെ ഓക്കെ. ഇനി ഈ ഒരു സീരീസ് ഞങ്ങൾ മാറ്റിയൊരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് നിങ്ങൾ പഠിക്കേണ്ട. ആ മാറ്റിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അല്ലേ. ഇനി ഇതേപോലെ തന്നെ ലോഡർ സീരീസ് രണ്ട് തരത്തിൽ ഡിഫൈൻ ചെയ്യാം. രണ്ടാമത്തെ തരത്തിലുള്ള ഡിഫിനിഷൻ വരുന്നത് നമ്മളെ ആ ഒരു ഫോമിൽ തന്നെ എഴുതാന്ന് വെച്ചാൽ എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ എൻ ഈക്വൽ ടു 0 to infinity an സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഓൾ റൈസ് ടു എൻ. നമ്മൾ നേരത്തെ ഇങ്ങനെ ഒരു ടേം എന്ന് പറയുന്നത് ബി എൻ ഡിവൈഡ് ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഓൾ റൈസ് ടു എൻ. അതൊരു എന്താ പറയാ എഴുതാനും ഒരു പ്രശ്നം കൊണ്ട് തന്നെ, എഴുതാനല്ല അങ്ങനത്തെ സോൾവ് ചെയ്യാനുള്ള ഒരു പ്രശ്നം കൊണ്ട് തന്നെ ആ ഒരു സാധനത്തിന് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തിട്ടുണ്ട് വേറൊരു തരത്തിൽ. എങ്ങനെ? സമ്മേഷൻ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു -1, മൈനസ് ഇൻഫിനിറ്റി ടു -1 ബി മൈനസ് എൻ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഓൾ റൈസ് ടു എൻ ഇങ്ങനെ മാറ്റി എഴുതും. അപ്പം അവിടെ ഒരു സി എൻ ഇങ്ങനെ മാറ്റി എഴുതും. അപ്പൊ എഫ് ഓഫ് സെറ്റിനെ എങ്ങനെ ചുരുക്കി എഴുതാം? ചുരുക്കിയല്ലേ സമ്മേഷൻ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സി എൻ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഓൾ റൈസ് ടു എൻ വേർ സി എൻ ഇസ് ഈക്വൽ ടു ബി മൈനസ് എൻ ഇഫ് n less than or equal to -1 and an if n greater than or equal to 0. ഓക്കെ, ഇങ്ങനെ സി എൻ മാറ്റിയതും ഈ സി എൻ എന്ന് പറയുന്നത് സി എൻ ഇസ് ഈക്വൽ ടു 1/2πi നേരത്തെ ഇക്വേഷൻ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ഡിവൈഡ് ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഓൾ റൈസ് ടു n plus 1 ഡി സെറ്റ്. ഓക്കെ, ഈ ഒരു രീതിയിൽ എന്തിനെ മാറ്റിയത് നമ്മള് എഫ് ഓഫ് സെറ്റിനെ മാറ്റിയത്. നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ എഴുതാന്നുള്ള രീതി. കാരണം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോമിൽ എഴുതി കഴിഞ്ഞാൽ ഈ ഒരു ഫോമിൽ വന്നു കഴിഞ്ഞാൽ വെച്ചാൽ ഇങ്ങനെ ഒരു പവർ സീരീസ്, പിന്നെ ഇങ്ങനെ ഒരു പവർ സീരീസ്. ഓക്കെ, ഇത് രണ്ടും ഒരേ ഫോമിലാണ്. നേരത്തെ വന്നത് ബി എൻ ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഓൾ റൈസ് ടു എൻ ആണ്. അപ്പം ഈ ഒരു രീതിയിലേക്ക് ഈ ഒറ്റ രീതിയിലേക്ക് മാറ്റിയില്ല. അപ്പൊ മൈൻഡ് ഒരു ഫോം വരുന്നത് ഈ ഒരു രീതിയിലാണ്. എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സി എൻ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഓൾ റൈസ് ടു എൻ. ഓക്കെ, ഇനി ഒന്നുമില്ല. ഇതിന്റെ പ്രോബ്ലത്തിലേക്ക് കടക്കുന്നതിനൊക്കെ മുമ്പ് നമ്മൾ കുറച്ച് റിസൾട്ട് അറിഞ്ഞിരിക്കണം. റിസൾട്ടുകൾ ബൈഹാർട്ട് ആക്കിയിരിക്കാം. അതിന്റെ പ്രൂഫ് ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. സാധാരണ ടെസ്റ്റ് കണ്ടത് ഒരു മൂന്ന് റിസൾട്ട് എന്ന് പറഞ്ഞാൽ 3 എക്സ്പാൻഷൻസ് ആണ്. കുറെ എക്സ്പാൻഷൻസ് ഉണ്ട്, അതുപോലെ ഞാൻ നോട്ടിൽ ഇട്ടുതരാം. പക്ഷെ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട രണ്ടെണ്ണമാണ്. അല്ല ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് റിസൾട്ട് ആണ്. 1/1 - സെറ്റ് 1/1 - സെറ്റ് നമുക്ക് സമ്മേഷൻ എൻ ഈക്വൽ ടു 0 to infinity സെറ്റ് റൈസ് ടു എൻ എന്ന് എഴുതാൻ പറ്റും. ഇതേ ഒന്നുമില്ല, ഇതിന് 0 കൊടുത്തു കഴിഞ്ഞാൽ 1 plus സെറ്റ് പ്ലസ് സെറ്റ് സ്ക്വയർ പ്ലസ് എക്സെട്ര. ഈ ഒരു രീതിയിൽ എന്ത് എഴുതാൻ പറ്റും? 1/1 - സെറ്റിന ഈ ഒരു രീതിയിൽ എഴുതുന്നത്. ഏത്? സമ്മേഷൻ എൻ ഈക്വൽ ടു 0 to infinity സെറ്റ് റൈസ് ടു എൻ എന്ന് ആ ഒരു 1/1 - സെറ്റിനെ എഴുതാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു ലോറൻസ് സീരീസ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു ഫോമിലേക്ക് മാറ്റും. ആദ്യം ഈ ഒരു 1/1 - സെറ്റ് എന്ന് പറഞ്ഞ ഫോമിലേക്ക് ഇപ്പൊ ഏതൊരു പവർ സീരീസ് കിട്ടിക്കഴിഞ്ഞാലും ഈ ഒരു ഫോമിലേക്ക് മാറ്റും. ഇനി അതിന് ശേഷം അത് വെച്ചിട്ട് ഈ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യും. സമ്മേഷൻ എൻ ഈക്വൽ ടു 0 to infinity സെറ്റ് റൈസ് ടു എൻ എന്നാണ് ഇക്വേഷൻ കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്കൊരു അതിന് മുമ്പ് രണ്ട് എക്സ്പാൻഷൻ കൂടി. ഇ റൈസ് ടു സെറ്റ് തമ്മിൽ എക്സ്പാൻഷൻ. ഇ റൈസ് ടു സെറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? 1 plus set by 1 factorial plus set square by 2 factorial plus etc. ഇങ്ങനെ എഴുതാം ഇ റൈസ് സെറ്റ്. അതേപോലെ തന്നെ സൈൻ സെറ്റിന് സെറ്റ് മൈനസ് സെറ്റ് ക്യൂബ് ബൈ 3 factorial പ്ലസ് സെറ്റ് റൈസ് ടു 5 by 5 factorial പ്ലസ് എക്സെട്ര മൈനസ് എക്സെട്ര. ഈ ഒരു രീതിയിൽ ഈ രണ്ട് എക്സ്പാൻഷനും കൂടി നിങ്ങൾ പഠിച്ചിട്ട് പോസ്റ്റേജിനുണ്ട്. ഞാൻ വേണമെങ്കിൽ നോട്ടിൽ എഴുതിയിട്ട് തരാം. ഓക്കെ, സൈൻ സെറ്റാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ ഉപയോഗിക്കാം സാധാരണ. ഓക്കെ, നമുക്ക് ഇതിന്റെ പ്രോബ്ലം നോക്കാം.
ഓക്കെ 2014 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പാൻഡ് എഫ് ഓഫ് ഹലോ ഹലോ കേൾക്കുന്നില്ലേ? ഹലോ കേൾക്കാം കേൾക്കാം. ഓക്കെ 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 അത് അപ്പം ബാക്കി ഇതിന്റെ പ്രോബ്ലം നമുക്ക് നാളെ എടുക്കാം കേട്ടോ. 9:30 ആയില്ലേ? ഓക്കെ അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. Thank you, sir. താങ്ക് യു.